നെറ്റ്വർക്ക് ഐ ഡി, ഹോസ്റ്റ് ഐ ഡി എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ഐ പി അഡ്രസ് ക്ലാസ്സുകൾ തിരിച്ചിരിക്കുന്നത്. ഈ ഐ പി അഡ്രസ് ക്ലാസ് മെയിൻ ആയിട്ടും എ ബി സി ഡി ഈ കാറ്റഗറിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഈ ക്ലാസ് എ എന്നും അതിന്റെ ഓരോന്നിന്റെയും സ്റ്റാർട്ടും എൻഡും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പൊ ക്ലാസ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പറയുന്നത് എന്താണ്, അതിന്റെ നെറ്റ്വർക്ക് ഐ ഡി, ഒരു നെറ്റ്വർക്ക് ഈ ഐ പി ക്ലാസ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നതിനകത്ത് 8 ബിറ്റ് ചേർന്ന് ഓരോ ഒക്ടറ്റ്സ്, അങ്ങനെ 4 സെറ്റ് അതിനകത്ത് ഉണ്ടാവാം. അപ്പൊ ഈ 4 സെറ്റുകളെ നമ്മൾ 8 ബിറ്റുകളിലെ ഒക്ടറ്റിന്റെ ഓരോ ഗ്രൂപ്പിനെ നമ്മൾ ഒരു ഡോട്ട് വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവും. അപ്പം അതില് ഫസ്റ്റ് ബിറ്റ് നെറ്റ് സെറ്റ് എന്ന് പറയുന്നത് നെറ്റ്വർക്കിന് വേണ്ടിയിട്ടും, ബാക്കിയുള്ള ബിറ്റുകളെല്ലാം തന്നെ എന്തിനു വേണ്ടി, അത് ഫസ്റ്റ് 8 ബിറ്റ്സ് നെറ്റ്വർക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ഡിഫറെന്റ് നെറ്റ്വർക്ക് ഐ ഡീസ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ബിറ്റുകൾ നമ്മുടെ ഹോസ്റ്റ് ഐ ഡിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആദ്യത്തെ ക്ലാസ്സിൽ വരുന്നത്. അപ്പം ക്ലാസ് എ എന്നുള്ള കേസ് അതൊക്കെ ഓർമ്മയുണ്ടെന്ന് വരും. രണ്ടാമത്തെ കേസിനകത്ത് എന്താണ്, ഫസ്റ്റ് 2 ഒക്ടറ്റ്സ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, നെറ്റ്വർക്ക് ഐ ഡി ആയിട്ട് യൂസ് ചെയ്യുന്നു. പിന്നീട് വരുന്ന 2 എണ്ണമാണ്, 4 എണ്ണമുള്ളതിൽ ബാക്കി 2 എണ്ണമാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, നമ്മുടെ ഹോസ്റ്റ് ഐ ഡി ജനറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ക്ലാസ് സി ആകുമ്പോഴത്തേക്കും നമ്മൾ പറയുന്നത് എന്താണ്, നമ്മുടെ 3 ഒക്ടറ്റ് സെറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, 24 ബിറ്റ്സ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, നെറ്റ്വർക്ക് ഐ ഡി ജനറേഷനും. ബാക്കി വരുന്ന 8 ബിറ്റുകളാണ് നമ്മൾ എന്താണ്, ഹോസ്റ്റ് ഐ ഡി ജനറേഷൻ. അപ്പൊ അതിനകത്ത് നമുക്ക് മനസ്സിലാകാം, ആദ്യത്തെ കേസിനകത്ത് നെറ്റ്വർക്കുകളുടെ എണ്ണം കുറവും, ഒരുപാട് മില്യൺസ് ഓഫ് ഹോസ്റ്റുകളാണ് അവിടെ ഉണ്ടാകുക, ഡിവൈസസുകൾ യൂസ് ചെയ്യാം. രണ്ടാമത്തെ കേസ് മീഡിയം സൈസ് നെറ്റ്വർക്ക് ആണ്. മീഡിയം സൈസ് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു 64,000 നെറ്റ്വർക്ക്സിൻ ഹോസ്റ്റുകളെ യൂസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു നെറ്റ്വർക്ക് ആയിരിക്കും അവിടെ ഉണ്ടാവും. ക്ലാസ് 3 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് 8 ബിറ്റ് അവിടെ നമുക്കുള്ളൂ. എന്തിനു വേണ്ടി, ഹോസ്റ്റ് ഡിഫറെന്റ് ഡിവൈസസുകൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഐ ഡി ജനറേറ്റ് ചെയ്യാൻ 8 ബിറ്റ് ഉള്ളൂ. അപ്പൊ 8 ബിറ്റ് അവിടെ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഒരു നെറ്റ്വർക്കിനെ സംബന്ധിച്ചിടത്തോളം മാനേജ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഡിവൈസസ് എന്ന് പറയുന്നത് 256 ഉള്ളൂ. അപ്പൊ പലപ്പോഴും നമുക്ക് 256 ഡിവൈസസിൽ കൂടുതൽ നമുക്ക് ആക്സസ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഐഡിയ ആണ് നമ്മുടെ സബ്നെറ്റ് മാസ്കിംഗ് എന്ന് പറയുന്നത്. ഒരു നെറ്റ്വർക്കിൽ തന്നെ വീണ്ടും പുതിയൊരു നെറ്റ്വർക്ക് വാങ്ങിക്കാതെ, ചിലപ്പോൾ ഇനി സപ്പോസ് ഇത് 2 സിറ്റുവേഷൻസിനകത്തായിട്ട് നമ്മൾ എടുക്കേണ്ടി സബ്നെറ്റ് മാസ്കിംഗ് എന്ന ഒരു ഐഡിയ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുന്നത് 2 സാഹചര്യങ്ങളിൽ വേണ്ടി വരാറ്. ഒന്ന് എന്ന് പറയുന്നത്, ഇപ്പം എന്റെ കയ്യിൽ എനിക്കൊരു ഓർഗനൈസേഷൻ, ഞാനൊരു നെറ്റ്വർക്ക് സ്വന്തം വാങ്ങിച്ചിട്ടുണ്ട്. ആ നെറ്റ്വർക്കിനകത്ത് എനിക്ക് യൂസ് ചെയ്യാനായിട്ട് 256 ഡിഫറെന്റ് ഡിവൈസസുകൾ എനിക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാം. അതിനപ്പുറം എനിക്ക് സപ്പോസ് എനിക്കൊരു 300 കമ്പ്യൂട്ടേഴ്സ് എനിക്കുണ്ട്, അത് ആക്സസ് ചെയ്യാനായിട്ട് വരുന്ന സാഹചര്യം. അപ്പൊ ക്ലാസ് സി നെറ്റ്വർക്ക് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താ 256 ശേഷം ബാക്കിയുള്ള ബാലൻസ് എന്നുള്ള ഐ ഡി ജനറേഷൻ പറ്റാതെ വരുന്നു, എക്സസ് വരുന്നു. അപ്പൊ നമ്മൾ അവിടെ എത്ര, 256 എന്ന് പറയുമ്പോൾ ബാക്കി എത്ര വരുന്നുണ്ട്, 300 എന്നുള്ള രീതി. അപ്പൊ 44 എണ്ണം വരുന്നില്ലേ? അതെ, 44 എണ്ണം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, 44 ഡിവൈസസുകൾ എക്സ്ട്രാ വരുന്നുണ്ട്. കറക്റ്റ് അല്ലേ? എന്റെ കണക്ക് തെറ്റിപ്പോയിട്ടൊന്നുമില്ലല്ലോ. ഈ 44 ഡിവൈസസുകൾക്ക് വേണ്ടിയിട്ട് വീണ്ടും നമ്മളൊരു നെറ്റ്വർക്ക് ഐ ഡി എടുക്കുക, ക്ലാസ് സിയിലെ എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ വരുന്നു, ക്ലാസ് സിയിൽ വീണ്ടും ആ ഒരു സെറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് 256 എണ്ണം വരും. വെറും 44 ഡിവൈസസുകളെ ആഡ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു നെറ്റ്വർക്കും കൂടെ എടുക്കുക എന്ന് പറയുന്നത് ഒരു യൂസ് ആണ്. പക്ഷെ ഒരുപാട് അഡ്രസ്സുകൾ വേസ്റ്റ് ആയി പോകുന്നു. പിന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ഞാനൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഓർഗനൈസേഷനകത്ത് എനിക്കൊരു സിസ്റ്റംസ് ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ ആ ഓർഗനൈസേഷൻ ഒരു 50 സിസ്റ്റം എന്ന് വെച്ചു, 50 സിസ്റ്റം വെച്ചിട്ട് ഞാൻ ആ ഓർഗനൈസേഷൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തു. അത് ലാഭത്തിലായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെ സെക്ഷൻസ് ഡിവൈഡ് ചെയ്ത് പോവാണ്. സെക്ഷൻസ് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 4 സബ് സെക്ഷൻസും കൂടെ ഞാൻ ഉണ്ടാക്കിയെന്ന് വെച്ചു. ആ സബ് സെക്ഷൻസിന്റെ ഒക്കെ നെറ്റ്വർക്കിന് വേണ്ടി ഡിഫറെന്റ് ഐഡീസ് കൊടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എന്റെ ഒരു സിംഗിൾ നെറ്റ്വർക്കിനെ തന്നെ സബ്നെറ്റ് ചെയ്യും. ആ ഒരു നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ആ സാധനത്തിൽ പല പല സെക്ഷൻ, പല പല ഗ്രൂപ്പിലേക്ക് ഞാനത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പൊ 2 സിറ്റുവേഷൻസിനകത്ത് നമുക്ക് എന്താ ചെയ്യാം, നമ്മൾ ഐ പി അഡ്രസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള ഐഡിയ ആണ് നമ്മൾ സബ്നെറ്റിനകത്ത് എടുക്കുന്നത്. ഇനി ഇത് എങ്ങനെയാ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിനൊരു സബ്നെറ്റിങ്ങിന് ആവശ്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതിന് സബ്നെറ്റിങ്ങിൽ ഒരു എക്സാമ്പിൾ ബേസ് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു കേസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ ഒരു കമ്പനി, ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ, നമ്മളൊരു ഓർഗനൈസേഷൻ എടുത്തിട്ട് ആ ഓർഗനൈസേഷൻ നമുക്ക് ഒരു കമ്പനിയുടെ ഐ പി അഡ്രസ്സിന്റെ ഈ ഒരു റേഞ്ച് നോക്കുക. നമുക്കറിയാം ഒരു ഒക്ടറ്റിൽ അത് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ 0 തൊട്ട് 255 വരെയാണ് അഡ്രസ്സ് വരുന്നത്. അപ്പോൾ 000 തൊട്ട് 255 വരുന്ന ആ ഒരു ഫുൾ ഗ്രൂപ്പിനകത്തുനിന്ന് നമ്മളൊരു ചെറിയ ബ്ലോക്ക് 256 അഡ്രസ്സ് നമ്മുടെ നെറ്റ്വർക്കിന് വേണ്ടിയിട്ട്, നമ്മുടെ കമ്പനി നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഓൺ ചെയ്തിരിക്കുന്നത്.
അങ്ങനെയാണ് ഈ ഒരു സാധനത്തിനകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് വേറെ ഒരു 4 ഓഫീസുകളും ഉണ്ട്. ആ 4 ഓഫീസുകളിലും നമുക്ക് ഒരു 50 സിസ്റ്റം വെച്ചിട്ടുണ്ട്. ആ 50 സിസ്റ്റത്തെ നെറ്റ്വർക്കിൽ ആക്സസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതെങ്ങനെ ആകാൻ പറ്റും? നമ്മുടെ അതിനൊരു പിക്ചറൈസേഷൻ കൊടുത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഒരു ഓഫീസ് ഉണ്ട്, അതിനകത്ത് ഒരു 50 ആൾക്കാരുണ്ട്. അതിൽ ഈ കമ്പനി തന്നെ അതിനെന്ത് ചെയ്തു, വേറെ ഓഫീസസ് ഡെവലപ്പ് ചെയ്ത് ഒരു 3 ഓഫീസും കൂടെ സെപ്പറേറ്റ് ആയി. അപ്പൊ നമുക്ക് മൊത്തത്തിൽ 4 ഓഫീസ് നമ്മുടെ കയ്യിലുണ്ട്. ഈ 4 ഓഫീസുകളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് യൂസ്, നമുക്കൊരു നെറ്റ്വർക്ക് സിമ്പിൾ ആയിട്ടുണ്ട്. ആ നെറ്റ്വർക്കിനകത്തുനിന്ന് ആ നെറ്റ്വർക്കിനെ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്ത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വെച്ചാൽ പുതിയ ഒരു നെറ്റ്വർക്ക് വാങ്ങിക്കുന്നതിന് പകരം നെറ്റ്വർക്കിനെ തന്നെ സബ് ചെയ്യാം. ഒരു നെറ്റ്വർക്ക് തന്നെ സബ് സെക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ സബ് സെക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് സെക്യൂർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ, ഒരു റൂട്ടർ യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ ബിറ്റ്വീൻ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുന്ന ഒരു അഡ്വാൻറ്റേജ് അതിനകത്തുണ്ട്. പിന്നെ ഇങ്ങനെ ഓർഗനൈസേഷൻ ഈസി ആവുന്നുള്ളൂ, മാനേജ്മെന്റും ഈസി ആയിട്ടുള്ള രീതിയിലാണ്. അപ്പൊ കുറച്ചും കൂടെ റിലയബിൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം എന്നുള്ളതാണ്. IP അഡ്രസ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് തന്നെ ഈ സബ്നെറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴി നമുക്ക് സാധ്യമാകുന്നുണ്ട്. ഇനി എങ്ങനെയാ സബ്നെറ്റിംഗ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് പറഞ്ഞു ഇപ്പൊ ഇതൊരു ഐഡിയ മനസ്സിലായാലും, ഒരു ഓഫീസ് വീണ്ടും സെപ്പറേറ്റ് ഓഫീസസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഓൾറെഡി വാങ്ങിച്ച ഇതിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ നെറ്റ്വർക്കിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത സബ് ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പൊ ഇത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോ നമ്മുടെ കയ്യിൽ 256 അഡ്രസ്സുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ക്ലാസ് സി ക്ലാസ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് പോകുന്നത്. ഇപ്പൊ ക്ലാസ് സിയെ ബേസ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ലാസ്റ്റ് 8 ബിറ്റുകളാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്ന, ഹോസ്റ്റ് ഐഡി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാം. ബാക്കിയുള്ള 24 ബിറ്റ്സും നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യും, നെറ്റ്വർക്ക് ഐഡി ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ഇതൊരു ജനറൽ, ഇതാണ് എന്റെ നെറ്റ്വർക്കിന്റെ പാറ്റേൺ. 37.1.1.0 എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്നത്. അതിനകത്ത് 24 ഈ സ്ലാഷ് പ്രിഫിക്സ് എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആണ് ഇത് കേട്ടോ. ഈ സ്ലാഷ് പ്രിഫിക്സ് പാറ്റേൺ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മൾ പറയുന്ന എത്ര ബിറ്റ് നെറ്റ്വർക്കിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് 24 ബിറ്റ്സ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്, നെറ്റ്വർക്ക് അതിനകത്ത് നിന്നാണ് ബാക്കി 8 ബിറ്റ് നമ്മൾ എന്തിനു വേണ്ടി എടുക്കുന്നുള്ളൂ, ഡിഫറെന്റ് ഡിവൈസസുകൾ ഹോസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ഓഫീസ് 1ന്റെ ജനറൽ ഐഡിയ. അപ്പൊ ഈ ഒരു ഓഫീസ് 1നകത്ത് ഇതാണ് ഇതിന്റെ IP അഡ്രസ്സിന്റെ ബേസ് എങ്കിൽ, ഇതിനകത്ത് ഈ ഓഫീസ് 1നകത്ത് 256 ഡിവൈസസുകൾ നമ്മൾ യൂസ് ചെയ്യാം. ഇനി നമ്മൾ പറയുന്ന അങ്ങനെയല്ല, നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പോവാം. ഈ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹോസ്റ്റ് നെറ്റ്വർക്ക് ID നമ്മൾ ബേസ് ചെയ്തിരുന്നത് അതിനകത്ത് ഹോസ്റ്റ് വരുന്നുണ്ടോ, ഹോസ്റ്റിന്റെ പോർഷനെ വീണ്ടും എന്തായിരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓൾറെഡി 24 ബിറ്റ്സ് നമ്മുടെ കേസ്. ഇപ്പൊ ഈ ഒരു ഫിഗർ കണ്ടു, ഇതാണ് നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത്, ഇതാണ് ചെയ്യുന്നത്. നമ്മുടെ ടോട്ടൽ 256 അഡ്രസ്സിനെയാണ് സബ്മിറ്റ് ചെയ്യാൻ പോവാണ്. ആ സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഓരോ ഓഫീസും 64 അഡ്രസ്സുകളുള്ള 64 അഡ്രസ് മീൻസ് 64 നമുക്ക് 50 യൂസേഴ്സ് ആണ് ഓരോന്നിലുള്ളത്. അത് സാറ്റിസ്ഫൈ ചെയ്യത്തക്ക രീതിയിലുള്ള 4 സെറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യാം. അപ്പൊ ഓഫീസ് 1ൽ 64 ഡിവൈസസ് യൂസ് ചെയ്യാം, ഓഫീസ് 2ൽ 64 ഡിവൈസസ് യൂസ് ചെയ്യാം, ഓഫീസ് 3ലും എല്ലാത്തിലും ഇങ്ങനെ 64 ഡിവൈസസുകൾ നമുക്ക് യൂസ് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പോവാണ്. ഇതില് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഓർത്ത് വെക്കേണ്ട കാര്യം, വി കൺവേർട്ട് സം ഓഫ് ദ ലെഫ്റ്റ് മോസ്റ്റ് ഹോസ്റ്റ് ബിറ്റ്സ് ഇൻ ടു നെറ്റ്വർക്ക് ബിറ്റ്സ്. നമ്മൾ എടുക്കുമ്പോൾ സമയത്ത് ആദ്യത്തെ 24 ബിറ്റ്സ് ക്ലാസ് സിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ ഓർമ്മ വരണം. ക്ലാസ് സിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഫസ്റ്റ് 24 ബിറ്റ്സും നെറ്റ്വർക്ക് ഹോസ്റ്റ് ID ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നീടുള്ള 8 എണ്ണമാണ് നമ്മൾ ഹോസ്റ്റ് ID ആയിട്ട് എടുക്കുന്നതെന്ന് വെച്ചു. ആ 8 എണ്ണത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന, ആ ഹോസ്റ്റ് ID ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് എത്ര സബ്നെറ്റുകൾ ക്രിയേറ്റ് ചെയ്യണം എന്നനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഇവിടെ 4 സബ്നെറ്റുകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. 4 സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ 2 to the power എത്ര എടുത്താൽ നമുക്ക് 2 ബിറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 എന്നുള്ള വാല്യൂ കിട്ടും. 2 to the raised 1. അപ്പൊ ലെഫ്റ്റ് മോസ്റ്റ് സിംഗിൾ ഡിജിറ്റ് മാത്രം എടുക്കുകയാണ്, ബിറ്റ് മാത്രം നമുക്ക് എടുക്കുവാണെങ്കിൽ നമുക്ക് 2 സബ്നെറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഒരു സിംഗിൾ ഹോസ്റ്റിനെ സബ്നെറ്റ് ആക്കി 2 സബ്നെറ്റ് ഹോസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഇപ്പൊ ലെഫ്റ്റ് മോസ്റ്റ് ആയിട്ടുള്ള 2 ഡിജിറ്റ് എടുക്കുവാണെങ്കിൽ എന്ത് ചെയ്യണം, 8th 7th നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന എന്തായിരിക്കും, 2 to the power 2 എന്ന് പറയുമ്പോൾ 4 സബ്നെറ്റുകൾ നമുക്ക് അവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം
ഇനിയിപ്പോ എനിക്ക് 8 സബ്നെറ്റുകൾ യൂസ് ചെയ്യണമെന്നിങ്ങനെ ലെഫ്റ്റ് മോസ്റ്റ് സൈഡിൽ വരുന്ന 3 ബിറ്റ് എനിക്ക് യൂസ് ചെയ്യുമ്പോഴാണ് എനിക്ക് 8 സബ്നെറ്റ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പൊ എത്ര ആ എടുക്കുന്ന എത്ര ബിറ്റ് നെറ്റ്വർക്കിലേക്ക് പോകുന്നു അതിന്റെ ബാലൻസ് വരുന്ന ബിറ്റുകളായിരിക്കും നമ്മൾ എന്തായിട്ട് ഹോസ്റ്റ് ഐ ഡി ജനറേഷന് വേണ്ടിയിട്ട് അതും 2 to the power ബേസ് ചെയ്തിട്ട് തന്നെ നമ്മൾ എടുക്കാനായിട്ട് സാധിക്കുന്നു. ഇപ്പൊ ഒരെണ്ണ എടുക്കുന്ന ഒരു ബിറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഒരു ബിറ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് 2 സബ്നെറ്റ് എടുക്കാം. അപ്പൊ ഓരോ സബ്നെറ്റ് അപ്പൊ നമുക്ക് എത്ര ബാലൻസ് 7 ബിറ്റ്സ് ആണ്. ഇപ്പൊ 2 to the power 7 എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് 128 ഡിവൈസസുകളെ ഒരു എണ്ണത്തിൽ യൂസ് ചെയ്യാം. അപ്പം ഓരോ 2 സെക്ഷനായിട്ടോട്ടും ഈ 256 ഡിവൈഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യുന്ന പാറ്റേണിലേക്ക് പോകും. നോർമൽ ഒരെണ്ണം ഉള്ളതിന് പുറമെ 256 നമ്മൾ ഡിവൈഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന പാറ്റേണിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇനി അതിന്റെ ഒരു സ്ട്രക്ചർ ക്ലിയർ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം നമ്മുടെ സ്വന്തം നമ്മൾ വാങ്ങിച്ച നെറ്റ്വർക്ക് IP അഡ്രസ് എന്ന് പറയുന്നത് ഇതാണ് വന്നിരിക്കുന്നത്. അതിനെ സ്ലാഷ് പ്രിഫിക്സ് പാറ്റേണിൽ കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് 24 ബിറ്റ്സ് നെറ്റ്വർക്കിന് വേണ്ടി യൂസ് ചെയ്ത് അപ്പൊ ഇത് നെറ്റ്വർക്ക് ഐ ഡി ആണ് വരുന്നത്. ഈ നെറ്റ്വർക്ക് ഐ ഡിക്ക് വേണ്ടി 24 ബിറ്റ്സിന്റെ പാറ്റേൺ നമുക്ക് 00100 പാറ്റേണിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്തിട്ട് മൊത്തം 24 പ്ലസ് 8 ബിറ്റ്സ് 32 ബിറ്റ് നമുക്ക് നമ്മുടെ IP അഡ്രസ്സിനകത്ത് ഭാഗമായിട്ട് വന്നാൽ ആദ്യത്തെ 24 ബിറ്റ്സ് ആ ബ്ലൂ ഷെയ്ഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മുടെ നെറ്റ്വർക്ക് ഐ ഡിയും ബാക്കി വരുന്ന 8 ബിറ്റാണ് നമ്മൾ ഹോസ്റ്റ് ഐ ഡിയും ചെയ്യുന്നത്. സബ്നെറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നെറ്റ്വർക്ക് ഐ ഡി നമുക്കൊന്നും ചെയ്യില്ല. ജസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മുടെ ഹോസ്റ്റ് ഐ ഡി ആണ് നമുക്ക് എത്ര സബ്നെറ്റുകൾ സബ് നെറ്റ്വർക്കുകൾ വേണം എന്നനുസരിച്ച് നമ്മൾ തിരിക്കാനായിട്ട് പോകുന്നു. ഒരു ബിറ്റാണ് അത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഇതിന്റെ സെലക്ഷൻ നടത്തുക. ഇതിൽ ഒരു സിംഗിൾ ബിറ്റ് ആണ് സബ്നെറ്റിൽ ലെഫ്റ്റ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് മാത്രം എടുത്തുകൊണ്ട് പോവാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് അത് നമുക്ക് 2 സബ്നെറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നെറ്റ്വർക്ക് ആക്കി മാറ്റുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ വാല്യൂ 0 അല്ല പകരം എന്തായിട്ട് മാറ്റും സബ്നെറ്റ് പാറ്റേണിലേക്ക് മാറുമ്പോൾ അതിന്റെ വാല്യൂ 1 ആക്കി സെറ്റ് ചെയ്യും. അപ്പം നെറ്റ്വർക്കുകളുടെ എല്ലാം ഡിജിറ്റ് വാല്യൂസ് എന്ന് പറയുന്നത് അതിന്റെ മാസ്ക് വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും കേട്ടോ. ഇതിലെ ഈ നെറ്റ്വർക്ക് ഐ ഡീസ് എല്ലാം ഇവിടെ വരുമ്പോൾ ഇത് ആദ്യത്തെ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് 255 അത് 1s ആയിട്ട് വരും, 8 1s ആയിട്ട് മാറും. അടുത്തതെന്ന് പറയുമ്പോൾ 8 1കൾ പിന്നെ ഇത്. ഇനി അതിന്റെ ഒപ്പം തന്നെ ഈ സബ്നെറ്റ് മാസ്കിനകത്ത് വരുന്നതിന് കറസ്പോണ്ടിങ് മാസ്ക് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതും 1 വാല്യൂ ആയിട്ടായിരിക്കും നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക. ഇനി ഈ കേസ് സ്ലാഷ് പ്രിഫിക്സ് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പോകുമ്പോൾ ഒരു കാര്യം ഓർക്കാനുള്ളത് ഇതിനകത്തെ ഫസ്റ്റ് 2 വാല്യൂസ് അതായത് 0 എന്ന് പറയുന്ന ബിഗിനിങ് വാല്യൂ അതേപോലെ തന്നെ മാക്സിമം എൻഡിൽ വരുന്ന വാല്യൂ ഉണ്ടല്ലോ അതിന്റെ മാക്സിമം കപ്പാസിറ്റിയിൽ പോകുന്ന അത് രണ്ടും നമ്മൾ എന്തായിട്ട് എടുക്കില്ല അത് ഹോസ്റ്റ് ഐ ഡി ബേസിക്കിൽ നമ്മൾ കൊടുക്കില്ല. പകരം അത് റിസർവ്ഡ് കൺസെപ്റ്റിലേക്ക് ആയിരിക്കും കൊടുക്കുന്നത് കേട്ടോ. ബ്രോഡ്കാസ്റ്റ് പാറ്റേണിലുള്ള കേസ് ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുക. അപ്പൊ ഈ ഒരു എക്സാമ്പിളിനെ ബേസ് ചെയ്തുകൊണ്ട് വരുമ്പോൾ ഇപ്പൊ നമ്മളുടെ കയ്യിൽ ഓൾറെഡി നമുക്ക് 4 ഹോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം, 4 സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ 4 സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തത് നമ്മുടെ 24 ബിറ്റ്സിന്റെ കൂടെ നമ്മൾ 2 ബിറ്റും കൂടെ എടുത്തു. 2 ബിറ്റും കൂടെ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 2 to the power 2 എന്ന് പറയുന്ന 4 ആണ്. അപ്പോൾ 4 സബ്നെറ്റ്സുകൾക്ക് ഹോസ്റ്റിനെ നമ്മൾ ഹോസ്റ്റ് ബിറ്റുകളെ 2 ഭാഗങ്ങളാക്കി തിരിച്ച് അതിലെ ആദ്യത്തെ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റുകൾ 2 നമ്മൾ എന്തിനാ നെറ്റ്വർക്കിന്റെ ഐഡന്റിഫൈ ചെയ്യാനും ബാക്കിയുള്ള വാല്യൂസ് മാത്രം ഡിവൈസ് ഐഡന്റിഫിക്കേഷനുമായിട്ട് നമ്മൾ കൊടുക്കണം. അപ്പൊ അതിനകത്ത് വരുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഇത് രണ്ടും 0 0 1 2 3 എന്നുള്ള ഈ ഒരു പാറ്റേൺ 4 സബ്നെറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ നെറ്റ്വർക്ക് ഐ ഡിയുടെ ബിറ്റിന്റെ എണ്ണം ഇപ്പൊ എത്ര മാറി? ഫസ്റ്റ് ആദ്യത്തെ കേസിനകത്തുണ്ടായിരുന്ന ഒറിജിനൽ നെറ്റ്വർക്കിന്റെ അതായത് ഓണർ നെറ്റ്വർക്കിന്റെ 24 ബിറ്റ്സ് പ്ലസ് 2 ബിറ്റ്സ് എന്തിന്റെ കിട്ടി നമ്മൾ സബ്നെറ്റ് ചെയ്യുന്നതിന്റെ കൂടെ കൂട്ടി നമുക്ക് എത്ര കിട്ടും 24 പ്ലസ് 2 26 ആയിട്ട് വരും. അപ്പൊ ഈ 26ലാണ് നമ്മുടെ അടുത്ത ഈ ഡിവൈസ് ഇൻഡിവിജ്വൽ ഡിവൈസസിനെ 26 നെറ്റ്വർക്ക് ഐഡിയ ബേസ് ചെയ്തുകൊണ്ടുള്ള ഐഡിയ റെഫറൻസ് അല്ലെങ്കിൽ ജനറേഷൻ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. 24 ബിറ്റ്സ് നോർമലി ഉണ്ടായിരുന്ന ക്ലാസ് സി ആയതുകൊണ്ട് തന്നെ 24 ബിറ്റ്സ് നെറ്റ്വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതിന് പുറമെ ഹോസ്റ്റ് ബിറ്റ് ഐഡിയ ആയിരുന്നതിനകത്തുനിന്ന് 2 കൂടെ നമ്മൾ എടുത്തു. കാരണം 4 സബ്നെറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ബിറ്റും കൂടെ അതിൽ നിന്ന് എടുത്തു. അപ്പൊ മൊത്തം നമുക്കിപ്പോ നെറ്റ്വർക്ക് ഐഡിയിൽ നമുക്ക് 26 ബിറ്റ്സ് നമുക്ക് നെറ്റ്വർക്ക് ഐഡിയ ആയിട്ട് വരുന്നുണ്ട്. ബാക്കിയുള്ള 6 ബിറ്റുകൾ മാത്രമാണ് നമ്മുടെ ഹോസ്റ്റ് ഐഡിയ ആയിട്ട് നമ്മൾ എടുക്കുക. ഈ ഹോസ്റ്റ് ഐ ഡി 6 ബിറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ മാക്സിമം വാല്യൂ എത്ര എടുക്കാം 2⁻6 എന്ന് പറയുന്ന 64 വാല്യൂസ് 64 ഡിഫറെന്റ് വാല്യൂസ് നമുക്ക് എന്തിനു വേണ്ടി ഹോസ്റ്റുകൾക്ക് ഡിവൈസുകൾക്ക് ഐഡിയ ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനകത്തെ ഈ സബ്നെറ്റിംഗ് കാൽക്കുലേറ്റ് ചെയ്യാനും ഹോസ്റ്റിന്റെ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ആ ഒരു ഇക്വേഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. സബ്നെറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
എത്ര ബിറ്റുകൾ ഹോസ്റ്റിൽ നിന്ന് എത്ര ബിറ്റ് യൂസ് ചെയ്തു അത് 2 to the പവർ കൊടുക്കുക, സബ്നെറ്റ് ബിറ്റിന്റെ വാല്യൂ. അപ്പൊ ഇവിടെ നമ്മൾ 2 ആണ് എടുത്തത്, 2 to the പവർ എന്ന് പറയുമ്പോൾ 4. അതേപോലെ തന്നെ ഹോസ്റ്റ് ബിറ്റിന്റെ -2 നമ്മൾ കൊടുക്കുന്നത്, ഹോസ്റ്റ് ബിറ്റിന്റെ 2 to the പവർ ബാലൻസ് വരുന്ന 6 ആയിരുന്നു ഇവിടെ ഹോസ്റ്റ് ബിറ്റ്. ആ 2 to the പവർ 6 എന്ന് പറയുമ്പോൾ 64 -2 നമ്മൾ എടുക്കും. 64 -2 എന്ന് എടുത്തിട്ട് അതിന് 62 വാല്യൂസ് മാത്രമേ നമ്മൾ ID ആയിട്ട് കൊടുക്കുള്ളൂ. പിന്നെ ബാക്കി 2 എണ്ണം അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ അതിനകത്തെ 2 എണ്ണം ഫസ്റ്റും ലാസ്റ്റും വാല്യൂസ് നമ്മൾ നെറ്റ്വർക്ക് ബ്രോഡ്കാസ്റ്റ് IDs ആയിട്ടാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. സബ്നെറ്റ് നെറ്റ്വർക്ക് ID അതുപോലെ തന്നെ അതിന്റെ ബ്രോഡ്കാസ്റ്റ് ID ആയിട്ട് നമ്മൾ മാനേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് 2 എണ്ണം റിസർവ്ഡ് പർപ്പസാണ്. ബാക്കിയുള്ള ബാലൻസ് വരുന്ന 64 എണ്ണം ഡിഫറെന്റ് IDs ക്രിയേറ്റ് ചെയ്യാം. 64 ഡിഫറെന്റ് IDs ക്രിയേറ്റ് ചെയ്യാമെങ്കിലും 62 വാല്യൂസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാവുള്ളൂ, ഡിഫറെന്റ് ഡിവൈസസുകൾക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് നെറ്റ്വർക്ക് സബ്നെറ്റ് ഐഡന്റിഫൈ ചെയ്യുന്ന നെറ്റ്വർക്ക് ID ആയിട്ടും പിന്നെ ഒന്ന് ബ്രോഡ്കാസ്റ്റ് ID ആയിട്ടും നമ്മളത് യൂസ് ചെയ്യുന്നു. ഇത് ആദ്യം നമ്മൾ ഒറിജിനൽ മാസ്ക് ബേസ് ചെയ്യുന്നത് നമ്മൾ 24 ആയി കൊടുത്തു. സബ്നെറ്റ് മാസ്ക് ആയപ്പോഴത്തേക്കും 2 എണ്ണം കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് സ്ലാഷ് പ്രിഫിക്സിന്റെ വാല്യൂ 26 എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം സ്റ്റാർട്ടിംഗ് വാല്യൂസ് ആണ് നമ്മൾ ഇത് 0, 64, 128, 192 എന്ന് പറയുന്നത് ഇതെല്ലാം തന്നെ സബ്നെറ്റിന്റെ നെറ്റ്വർക്ക് IDs ആണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഇതിൽ നിന്ന് ഒന്ന് കൂടിയ വാല്യൂസുകളായിരിക്കും നമുക്ക് എന്ത് തുടങ്ങുള്ളൂ, ഡിവൈസിന്റെ ഹോസ്റ്റ് ID പാറ്റേണിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 64 വരെ ഇവിടെ പറഞ്ഞാൽ 63 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാനുള്ള രീതിയുള്ളൂ. ബാക്കി ഇവിടെ 128 എന്നുള്ള രീതിയിൽ വന്നത് അതിന്റെ 128 എന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് വാല്യൂ നെറ്റ്വർക്ക് ഐഡന്റിഫിക്കേഷൻ ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ അങ്ങനെ ഓരോന്നും റിസർവ് ചെയ്ത് പോകുന്ന 2 എണ്ണം ഒഴിവാക്കി ബാക്കിയുള്ള വാല്യൂസ് ആയിരിക്കും ഡിവൈസുകളുടെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഇതിന്റെ എക്സാമ്പിളെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പറഞ്ഞേക്കുന്ന ഇതിൽ 2 കാര്യം, 37.1 ആദ്യത്തെ 0 വരുന്ന വാല്യൂ എന്തിനായിട്ട് പോകും, സബ്നെറ്റ് നെറ്റ്വർക്ക് ID ആയിട്ടും പോകും. അതേപോലെ തന്നെ അതിന്റെ ലാസ്റ്റ് വരുന്ന 63 എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കുന്നത് 64 വരെ അല്ല. അപ്പൊ 63 വരെ നമുക്ക് എന്ത് ചെയ്യാൻ എടുക്കുള്ളൂ, നമ്മുടെ ഡിവൈസ് ID എടുക്കും. 64 എന്ന് പറയുന്ന സാധനം നമ്മൾ എന്തിനായിട്ട് എടുക്കുന്നത്, നമ്മുടെ ബ്രോഡ്കാസ്റ്റ് 63 നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ID ആയിട്ട് വരുന്നത് കേട്ടോ. 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് 63 വന്നേക്കുന്നത്. 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് 64 എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വെച്ചിരിക്കുന്നു. അപ്പൊ ഈ ഒരു ഫിഗറിൽ നിന്ന് നെറ്റ്വർക്ക് ID നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 26 ആണ് നമ്മുടെ നെറ്റ്വർക്ക് IDയുടെ അഡ്രസ്സിന്റെ. ഈ ഒരു പാറ്റേൺ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്ന നെറ്റ്വർക്ക് അഡ്രസ് എന്ന് പറയുന്നത് ക്ലാസ് അഡ്രസ് 26 ബിറ്റ് നമ്മൾ നെറ്റ്വർക്കിന് യൂസ് ചെയ്തു എന്ന് പറയുമ്പോൾ ക്ലാസ് C ആണെന്ന് ഉറപ്പിക്കാം. കാരണം 24 വരെ നെറ്റ്വർക്കിന് യൂസ് ചെയ്തിട്ട് പിന്നെ 2 കൂടെ യൂസ് ചെയ്തപ്പോഴാണ് നമുക്ക് 26 കിട്ടിയത്. അപ്പൊ ക്ലാസ് C അഡ്രസ് ബേസ് ചെയ്തുകൊണ്ട് പോകുന്ന രീതിയിൽ നമുക്കത് എടുത്തിരിക്കുന്നു. മാസ്കിംഗ് അങ്ങനെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് IP റേഞ്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് 1 to 62 വരെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഒന്ന് നെറ്റ്വർക്ക് ID ആയിട്ടും ഒന്ന് ബ്രോഡ്കാസ്റ്റ് ID ആയിട്ടും പോയത് കൊണ്ടാണ്. ഓക്കെ, ഇത് ഓരോ സെറ്റിന്റെയും നമുക്ക് ഇങ്ങനെ തിരിച്ചു വരാം. ആ സ്റ്റാർട്ടിങ് തൊട്ട് നെക്സ്റ്റ് സബ്സെറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റാർട്ടും അതിന്റെ എൻഡും ഇതേപോലെ ഡിവൈഡ് ചെയ്ത് പോകും. അതിനകത്ത് എപ്പോഴും ഓർക്കേണ്ടത് തുടക്കത്തിലെ 2 വാല്യൂസ് നമുക്ക് എടുക്കാൻ, ഇൻ ബിറ്റ്വീൻ വാല്യൂസ് മാത്രമാണ് നമ്മുടെ പാറ്റേൺ ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസ് ID ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ജനറൽ ആയിട്ട് നമ്മുടെ സബ്നെറ്റ് ആദ്യം നമുക്ക് ഉണ്ടായിരുന്ന 24 ഉണ്ടായിരുന്ന സാധനത്തിനെ നമ്മൾ സബ്നെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കുണ്ടാവുന്ന സ്ട്രക്ചർ ഈ രീതിയിലായിരിക്കും. 4 ഓഫീസുകളിലും ഒരു സെയിം നെറ്റ്വർക്കിന്റെ അണ്ടറിലാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, വി ക്രിയേറ്റഡ് അതർ നെറ്റ്വർക്ക്സ്. ഓക്കെ, ഇതെല്ലാം തന്നെ ഇതിനകത്ത് ഇതൊരു റൂട്ടർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പാടില്ല. ഓർഗനൈസേഷൻ ഈസി ആയിട്ട് മാനേജ് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഇത്. അപ്പം എക്സാമ്പിൾ ബേസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരെണ്ണം എടുത്ത് ചെയ്തെടുക്കാം. ഓക്കെ, ഇത്രയാണ് സബ്നെറ്റിംഗ് എന്ന് പറയുന്നത്. ഈ സബ്നെറ്റിങ്ങിനകത്ത് ഇപ്പൊ ഇത് പറഞ്ഞ പോലെ നമ്മുടെ ക്ലാസ് നമുക്കൊരു ക്ലാസ് പാറ്റേൺ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിമെറിറ്റിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതിനെ എത്തിക്കുന്നത്. IP മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പൊ ക്ലാസ് Bയിലാണ് എടുക്കുന്നതെങ്കിൽ നമുക്കറിയാം ഒരു നെറ്റ്വർക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് 64,000 64,000 ഡിവൈസസുകൾ യൂസ് ചെയ്യും. ഇപ്പൊ ഞാനൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു നെറ്റ്വർക്ക് ID ഞാൻ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ പോലും, നെറ്റ്വർക്ക് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തമാക്കിയാൽ പോലും എനിക്ക് ഒരിക്കലും 64,000 ഡിവൈസസുകൾ സ്വന്തമായിട്ട് എനിക്ക് വേണമെന്നുണ്ടാവില്ല.
അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കും. അപ്പം ഞാൻ ഒരെണ്ണത്തിന് ഒരു നെറ്റ്വർക്കിന്റെ ബാക്കി IP അഡ്രസ്സുകൾ IP ഐഡികൾ ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാതെ പോകും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു ഡിമെറിറ്റിലെ ഒരു പരിധിവരെ ഒഴിവാക്കുന്ന രീതിയാണ് നമ്മൾ സബ്നെറ്റിങ്ങിനകത്ത് എടുക്കുന്നത്. പിന്നെ ഇതേപോലെ തന്നെ ഇതിപ്പോ നമ്മൾ പറഞ്ഞ എന്താണ്, ഹോസ്റ്റ് ഐഡിയെ നമ്മൾ കൺവേർട്ട് ചെയ്ത് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇതിനകത്ത് അപ്പൊ നമുക്കറിയാം ഹോസ്റ്റിന്റെ എണ്ണം കുറഞ്ഞു പോകും. ഇപ്പൊ നെറ്റ്വർക്ക് നമുക്ക് കൂടുതൽ ഡിവൈഡ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിനനുസരിച്ച് ഹോസ്റ്റ് അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹോസ്റ്റിന്റെ എണ്ണം കുറഞ്ഞു പോകും. ഇതിന്റെ ഒരു റിവേഴ്സ് പാറ്റേൺ ഉണ്ട് നമുക്ക് സബ്നെറ്റിങ്ങിന് വരെ സൂപ്പർ നെറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് പോകുന്ന രീതിയിൽ ഹോസ്റ്റ് ബിറ്റുകളെയാണ് നെറ്റ്വർക്ക് ഐഡി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പോലെ തിരിച്ചുള്ള ഫാഷനിൽ നമുക്ക് ചെയ്യാതെ സൂപ്പർ നെറ്റിംഗ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഇതെല്ലാം IP അഡ്രസ്സ് മാക്സിമം മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതെല്ലാം തന്നെ നമുക്ക് വേണ്ടി വരുന്ന എന്തുകൊണ്ടാണ്, ഈ ഒരു ക്ലാസ്ലെസ് ഇന്റർ ഡൊമൈൻ റൂട്ടിങ്ങിന്റെ ആവശ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ABCD എന്ന് പറയുന്ന ഡിഫറെന്റ് ക്ലാസ്സുകൾ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലിമിറ്റേഷൻ മൂലമാണ് നമ്മൾ ഇങ്ങനെ ഒരു ഐഡിയയും കൂടെ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിനെ സംബന്ധിച്ച് ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടെ നമുക്ക് ഇങ്ങനെ വൺസ് ആൻഡ് സീറോസിനകത്താണ് നമുക്ക് സബ്നെറ്റ് ഇത് തന്നിരിക്കും, ഒരു വാല്യൂ തന്നില്ല, IP അഡ്രസ്സ് തന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിനകത്ത് ഞാൻ കളർ ചെയ്തിരിക്കുന്ന പോലെ ഇതിനെ 4 ഭാഗങ്ങളാക്കി തിരിക്കുമ്പോൾ ആദ്യത്തെ 8 ബിറ്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ 192, അടുത്തത് 168, 120 എന്നുള്ള രീതിയിൽ. അപ്പൊ ഈ തുടക്കം വാല്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു ക്ലാസ് C ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാസ്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം ഏതാണ് ആ ലാസ്റ്റ് 8 അല്ലെങ്കിൽ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ആയിട്ടുള്ള 8 എണ്ണം. ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റുകളെല്ലാം മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റുകളെല്ലാം 1ഉം ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ആയിട്ട് വരുന്ന 8 എണ്ണം നമ്മൾ 0 ആയിട്ട് എടുക്കാം. ദാറ്റ് ഈസ് അത് ഹോസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതും മറ്റൊരെന്താണ് നെറ്റ്വർക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു അഡ്രസ്സിൽ നിന്ന് ഇങ്ങനെ IP അഡ്രസ് ജനറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇതിനകത്ത് ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻ കൺവേർട്ട് കൊടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമുക്കൊരു അഡ്രസ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ആ സബ്നെറ്റ് മാസ്കിങ്ങിനകത്ത് സംബന്ധിച്ചിടത്തോളം ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്തുകൊണ്ട് ഇതിന്റെ അഡ്രസ്സിന്റെ എന്താണ് നെറ്റ്വർക്ക് ID, എത്രയാണ് ഹോസ്റ്റ് ID എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇതിലെ ഈ കേസസിൽ എവിടെയെല്ലാമാണോ 1 വരുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാനിപ്പുലേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് 1 ഉള്ളതെല്ലാം എന്തായിട്ട് തന്നെ നിൽക്കും, 1 ആയിട്ട് തന്നെ നിൽക്കും. ലോജിക്കൽ ആൻഡ് ഓപ്പറേഷന്റെ ആ പോളിസി അറിയാലോ, 1-0-0-0 ആവും, 1-0-0 ആണ്, 0-1-1-0 ആണ്, 1-1 മാത്രമാകുമ്പോഴാണ് 1 വരുന്നത്. അപ്പം ആദ്യത്തെ അപ്പൊ ഈ ഒരു മാസ്ക് നമ്മൾ കൺവേർട്ട് അല്ലെങ്കിൽ സബ്നെറ്റിന്റെ ഐഡിയും ഹോസ്റ്റ് ഐഡിയും ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, അതിന്റെ നെറ്റ്വർക്ക് ID പോർഷൻ എപ്പോഴും എന്തായിരിക്കും, അൺചേഞ്ച്ഡ് ആയിരിക്കും. അത് ഈ ഹോസ്റ്റിൽ നിന്ന് എടുക്കുന്ന ഈ ഹോസ്റ്റ് സെക്ഷൻ മാത്രം, ഹോസ്റ്റ് നെറ്റ്വർക്കും ഹോസ്റ്റുമായിട്ട് ഡിവൈഡ് ചെയ്ത സെക്ഷനകത്ത് മാത്രമാണ് വേരിയബിൾ വാല്യൂസ് വരത്തുള്ളൂ. അതിന്റെ പർപ്പസ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ട് ടു സ്പ്ലിറ്റ്. എന്താണ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ എപ്പോഴെങ്കിലും സിംഗിൾ നെറ്റ്വർക്കിനെ ഡിവൈഡ് ചെയ്യേണ്ട സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്തെടുക്കുന്നത്. അപ്പം ഇവിടെ ജസ്റ്റ് ഇത്ര ഈ ഒരു എക്സാമ്പിളിനകത്ത് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഈ ഒരു എക്സാമ്പിളിനകത്ത് ഒരു സിംഗിൾ ബിറ്റ് 24 ബിറ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നെറ്റ്വർക്ക് എഴുതി ഇൻസ്റ്റെഡ് ഓഫ് 24 ബിറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം ഇവിടെ എത്ര എടുത്തിട്ടുള്ള ഒറ്റ ബിറ്റ്, ഹോസ്റ്റിനകത്ത് ഒരു സിംഗിൾ ബിറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഹോസ്റ്റിനകത്ത് ഒരു സിംഗിൾ ബിറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ 2 സബ്നെറ്റുകളാണ് അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. 2 സബ്നെറ്റുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ 8 എണ്ണത്തിനകത്ത് ഒരെണ്ണം മാറുമ്പോൾ പിന്നെ ബാക്കി 7 എണ്ണല്ലേ ഉള്ളൂ. അപ്പൊ 2⁻7 എന്നുള്ള 128 ഡിവൈസസുകളെ നമുക്ക് അവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. 2⁻6 ആകുമ്പോൾ 64 ആയിരുന്നു, ഇത് 2⁻7 ഒരു സിംഗിൾ ഒരു ബിറ്റ് എന്തിനു വേണ്ടിയിട്ട് എടുത്തുള്ളൂ, നെറ്റ്വർക്ക് ഹോസ്റ്റിനകത്തെ ഒരു സിംഗിൾ ബിറ്റാണ് നെറ്റ്വർക്ക് സബ്നെറ്റ് ക്രിയേഷന് വേണ്ടിയിട്ട് എടുത്തുള്ളൂ. പക്ഷെ ഒരു സിംഗിൾ ബിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 സബ്നെറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ അഡ്രസ്സും കാര്യങ്ങളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ലെഫ്റ്റ് ടു റൈറ്റ് ഹോസ്റ്റിനകത്ത് നിന്ന് എടുക്കുന്ന ഒരു സബ്നെറ്റിംഗ്, റിവേഴ്സ് പാറ്റേൺ ആണെങ്കിൽ സൂപ്പർ നെറ്റിംഗ്. ഇതിലാണ് പറഞ്ഞത് ഈ ഒരു കോൺസെപ്റ്റ്, അതായത് നമ്മൾ ക്ലാസ് ഓറിയന്റഡ് അല്ലാതെ നമ്മൾ ആ ക്ലാസിന്റെ ഡിമെറിറ്റുകളെ ഓവർകം ചെയ്യത്തക്ക രീതിയിൽ ക്ലാസ്ലെസ് ഇന്റർ ഡൊമൈൻ റൂട്ടിംഗ് എന്നുള്ള രീതിയിൽ എടുക്കുന്ന ഈ ഒരു പാറ്റേണിനാണ് നമ്മൾ CIDR എന്ന് പറയുന്നത്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് സ്ലാഷ് പ്രിഫിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ ഡിജിറ്റിന്റെ ഒപ്പം തന്നെ എത്രയാണ്
നെറ്റ്വർക്ക് എത്ര വാല്യൂസ്, എത്ര ബിറ്റ് നെറ്റ്വർക്ക് കൺവേർഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഐ ഡി ജനറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു പാറ്റേൺ കൂടെ ഇതിനൊപ്പം കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഇവിടെ എടുക്കുക കേട്ടോ. ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. സബ്നെറ്റ് മാസ്ക് ആർ യൂസ് ഓൺലി ബൈ സിസ്റ്റം ദാറ്റ് നീഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ നെറ്റ്വർക്ക് ഡയറക്ട്ലി. ഒരു റൂട്ടറിന്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട സിറ്റുവേഷൻ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പാറ്റേണിൽ സബ്നെറ്റിംഗ് യൂസ് ചെയ്യാം. ഇനി ഇതിനകത്ത് വരുന്ന പോയിന്റ് ഇതിനെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ്. ഇതിന് ഈ ഐ പി ക്ലാസ്സുകളെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു സെഷനും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. ഒന്ന് വെച്ചാൽ പ്രൈവറ്റ് അഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് അഡ്രസ്സിംഗ് പബ്ലിക് ഐ പി അഡ്രസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഐ പി അഡ്രസ്സുകളുടെ ഒരു സെറ്റ് നമുക്ക് ഉണ്ടായിരിക്കും. അതാണ് പ്രൈവറ്റ് അഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. റിസർവ്ഡ് വാല്യൂസ് ആണ് പ്രൈവറ്റ് നെറ്റ്വർക്ക്സുകൾ. ഈ ടൈപ്പ് ഐ പി അഡ്രസ്സുകൾ നോട്ട് പബ്ലിക്കബ്ലി റൂട്ടബിൾ ആണ്, നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ അതിന്റെ മെയിൻ പോയിന്റ്സ് നിങ്ങൾക്ക് ഓർത്ത് വെക്കേണ്ടത് ടു കണക്ട് ഡിവൈസസ് ടു എ പബ്ലിക് നെറ്റ്വർക്ക്. ഇങ്ങനെയുള്ള പ്രൈവറ്റ് ഐ പിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളെ നമുക്കൊരു പബ്ലിക് നെറ്റ്വർക്കിലേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ദർ ഇസ് എ നീഡ് ഓഫ് ട്രാൻസ്ലേഷൻ, അഡ്രസ് ട്രാൻസ്ലേഷൻ വേണ്ടി വരും. അതായത് നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്, നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ ഡിവൈസിന്റെ ഹെൽപ്പോട് കൂടിയിട്ടായിരിക്കും നമ്മൾ ആ പ്രൈവറ്റ് നെറ്റ്വർക്കുകളെ പബ്ലിക് റേഞ്ചിലേക്ക് യൂസ് ചെയ്യുന്നത്. കുറെ റിസർവ്ഡ് പ്രൈവറ്റ് നെറ്റ്വർക്ക്സുകൾ ഉണ്ട്. ജസ്റ്റ് 7 ഈ ഒരു കാറ്റഗറി തന്നെ. ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്ന ഇറ്റ്സ് എ വാല്യുബിൾ ടൂൾ ഫോർ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ഹു വാണ്ട്സ് ടു എഫിഷ്യന്റ്ലി ആൻഡ് സെക്യൂർലി മാനേജ് ദ നെറ്റ്വർക്ക്. നമ്മളിത് പ്രൈവറ്റ് നെറ്റ്വർക്കിന്റെ ആവശ്യകത നമുക്കറിയാലോ, നമ്മുടെ ഇൻഫർമേഷൻസ് അത്രയും സെക്യൂർ ആയിട്ട് മാനേജ് ചെയ്യേണ്ട രീതി സിറ്റുവേഷൻസിനകത്ത് യൂസ് ചെയ്യുന്ന അങ്ങനെ ഒരു കാറ്റഗറിയും കൂടെ ഇതിനകത്തുണ്ട്. ഐ പി അഡ്രസ് ജനറേഷനകത്ത് ഒരു പ്രൈവറ്റ് അഡ്രസ് ജനറേഷനും കൂടെ ഉണ്ട്. ഇപ്പൊ ഐ പി അഡ്രസ് ക്ലാസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് അതിന്റെ ഭാഗമായിട്ട് സബ്നെറ്റിംഗ് എന്ന് പറയുന്നത്, സബ്നെറ്റിംഗ് ആവശ്യമായിട്ട് വരുന്ന എപ്പോൾ ഒരു നെറ്റ്വർക്കിനെ സബ് ആക്കി ക്രിയേറ്റ് ചെയ്യാണ്. അത് ഹോസ്റ്റ് ഐ ഡിയെ ഡിവൈഡ് ചെയ്തിട്ടാണ്, ഹോസ്റ്റ് ഐ ഡിയെ തന്നെ ഡിവൈഡ് ചെയ്ത് നെറ്റ്വർക്ക് ഐ ഡി ഹോസ്റ്റ് ഐ ഡി എന്നാക്കുക. അല്ലെ നെറ്റ്വർക്ക് ഐ ഡി അത് എത്ര നെറ്റ്വർക്ക് ഐ ഡി ഉണ്ടോ അത് അതെവിടെ നിർത്തും എന്നുള്ള കാര്യം ഓർത്തു വെക്കണം. അതിന്റെ 2 to the power ബേസ് ചെയ്തിട്ടാണ് പോവുക. അതിൽ യൂസർ ഐ ഡി ആയിട്ട് ഐ പി അഡ്രസ്സുകളായിട്ട് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ രണ്ട് വാല്യൂസ്, സ്റ്റാർട്ട് വാല്യൂം എൻഡ് വാല്യൂ എന്ന് പറയുന്ന രണ്ടും ഡിവൈസസിന് ഇൻഡിവിജ്വൽ ഡിവൈസസിന് ഐ ഡി കൊടുക്കുകയില്ല. അത് റിസർവ്ഡ് ആണെന്നുള്ള കാര്യം ഓർക്കാം. ആദ്യത്തേത് സ്റ്റാർട്ട് സബ്നെറ്റിന്റെ റൂട്ട് ഐ ഡി ആയിട്ടും ലാസ്റ്റ് വന്നത് ബ്രോഡ്കാസ്റ്റ് ഐ ഡി ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നതാണ്. ഇനി എങ്ങനെയാണ് ഐ പി റൂട്ടിംഗ് നടക്കുന്നത് വെച്ചാൽ, റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ജനറൽ ആയിട്ട് പറയുന്നത് എന്താ? റൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈൻഡിങ് ദ ബെസ്റ്റ് പാത്ത് ടു സെൻഡ് ആൻ ഇൻഫർമേഷൻ ഫ്രം സെൻഡർ ടു റിസീവർ, അല്ലെ ഡെസ്റ്റിനേഷൻ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. സോഴ്സ് ടു ഡെസ്റ്റിനേഷനിൽ ഏറ്റവും ബെസ്റ്റ് പാത്ത് സെലക്ട് ചെയ്ത് നമുക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുക്കാൻ, നമ്മുടെ ഡേറ്റ പാസ് ചെയ്യാം. ഡേറ്റ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഴ്സ് ടു ഡെസ്റ്റിനേഷനകത്തെ ബെസ്റ്റ് പാത്ത് ഫൈൻഡ് ഔട്ട് ചെയ്ത് പോകുന്ന ഒരു ഇതിനാണ് നമ്മൾ എന്തായിട്ട് റൂട്ടിംഗ് എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, അപ്പം അതിൽ നിങ്ങൾക്ക് ഓർത്തു വെക്കേണ്ട പോയിന്റ് റൂട്ടിംഗ് എന്താണെന്നുള്ള ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് തരം ഡെഫിനിഷൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഡിറ്റർമിൻ ദ ബെസ്റ്റ് പാത്ത് ഫോർ ഡേറ്റ പാക്കറ്റ്സ് ടു ട്രാവേഴ്സ് ഫ്രം സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. അതില് ഐ പി ഈ റൂട്ടിംഗ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ എങ്ങനെ റൂട്ടിംഗ് വർക്ക് ചെയ്യണമെന്നില്ല. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഈസ് പാക്കറ്റ് ജനറേഷൻ ആണ്. പാക്കറ്റ് ജനറേഷൻ നമ്മൾ സെൻഡ് ചെയ്യേണ്ട ഡേറ്റ നമ്മൾ പാക്കറ്റ് ജനറേഷൻ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ജനറേറ്റ് എ ഡേറ്റ പാക്കറ്റ് വിത്ത് സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ അഡ്രസ്. അതിനകത്ത് എന്തുണ്ടായിരിക്കണം? സോഴ്സും ഡെസ്റ്റിനേഷൻ അഡ്രസ്സോട് കൂടി ഡേറ്റ പാക്കറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് ഫസ്റ്റ്. നെക്സ്റ്റ് എന്താണ്?
റൂട്ടിംഗ് ടേബിൾ ലുക്കപ്പ് ആണ്. റൂട്ടിംഗ് ടേബിൾ എന്ന് വെച്ചാൽ ഓരോ ഡിവൈസസിനകത്ത്, നെറ്റ്വർക്ക് ഡിവൈസസിനകത്ത് എന്താണ് അത് കണക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ പോകാവുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസസുകളുടെ ഒരു പാത്ത് സ്റ്റോർ ചെയ്ത് റൂട്ടിംഗ് ടേബിൾ അതിനകത്ത് വെച്ചിട്ടുണ്ടാവും. ആ റൂട്ടിംഗ് ടേബിളിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ബെസ്റ്റ് പാത്ത് അതിന് പോയി നോക്കി നമുക്ക് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള റൂട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതാണ് രണ്ടാമത്തെ പരിപാടി. ആ റൂട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് നമ്മൾ നോക്കുന്നുണ്ട്. പല കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ആ റൂട്ടിംഗ് നോക്കുക. ഒന്നെങ്കിൽ ചിലപ്പോൾ മിനിമം കോസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ചിലത് നമ്മളെ സമയത്ത് എന്തായിരിക്കും, കോസ്റ്റ് എത്രയായാലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ടൈമിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ പോകുന്നത്. അങ്ങനെ ഓരോ റേഞ്ചിന്റെ കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട്, ഡിലേ ബേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ കോസ്റ്റിനെ ബേസ് ചെയ്യുന്ന പല കാര്യങ്ങളെ, സെക്യൂരിറ്റിയെ നോക്കി, അങ്ങനെ പല പല കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് റൂട്ടിംഗ് നമ്മൾ എടുക്കുന്നത്. സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്കുള്ള ബെസ്റ്റ് റൂട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് പരിപാടി. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പരിപാടി എന്തായിരിക്കും, പാക്കറ്റ് ഫോർവേഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യും. ഈ പാക്കറ്റ് ഫോർവേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാക്കറ്റ് ഫോർവേഡ് ചെയ്യപ്പെടുമ്പോൾ അത് നമ്മൾ പറഞ്ഞു ഓരോ പല ഡിഫറെന്റ് ഡിവൈസസുകളിലൂടെ ലെങ്തി ആയിട്ടാണെങ്കിൽ ഒന്നിൽ കൂടുതൽ സോഴ്സിന്റെയും ഡെസ്റ്റിനേഷനും ഇടയിൽ നമ്പർ ഓഫ് ഹോപ്സ് ഉണ്ടായിരിക്കും. ഈ നമ്പർ ഓഫ് ഹോപ്സിൽ എത്ര ഹോപ്സിനകത്തൂടെ കടന്നു പോയിട്ട് വേണം എന്നുള്ളത്, ഓരോനകത്ത് എത്ര ടൈം ടു ലീവ് എത്രയായിരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഇതിനകത്ത് പോകുന്നത്. അപ്പൊ പാക്കറ്റ് ഫോർവേഡിംഗ് നടക്കും. അതിനുശേഷം ഹോപ്പ് ടു ഹോപ്പ് റൂട്ടിംഗ് ആയിരിക്കും നെക്സ്റ്റ് ഉണ്ടാവുക. ഈ അതിനകത്ത് ഉണ്ടാകുന്ന ഇഷ്യൂസ് ആണ് നമ്മൾ എറർ കൺട്രോൾ സിസ്റ്റത്തിനകത്ത് മാനേജ് ചെയ്യുന്ന പോകുന്ന സിറ്റുവേഷൻസ്. പിന്നെ നമുക്ക് പലതരത്തിലുള്ള റൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നതിനകത്ത് രണ്ടെണ്ണം നമ്മൾ ജനറൽ നെയിം ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് ഹോം റൂട്ടേഴ്സ് ഉണ്ടായിരിക്കും, പിന്നെ ഒന്ന് ബിസിനസ് റൂട്ടേഴ്സ് ഉണ്ടായിരിക്കും, പിന്നെ ഒന്ന് എന്റർപ്രൈസ് റൂട്ടിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഇത് ഹോം റൂട്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം സ്മോൾ ഓഫീസേഴ്സ് ഹോമിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു വയർലെസ് പാറ്റേണിൽ മാർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് ഹോം റൂട്ടേഴ്സിനകത്ത് നമ്മൾ എടുക്കുക. പിന്നെ അതിനെക്കാളും കുറച്ചും കൂടെ ലാർജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോഡ് ബാലൻസിംഗ്, അഡ്വാൻസ് സെക്യൂരിറ്റി ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരുന്ന സെക്ഷൻ ആണ് നമ്മുടെ ബിസിനസ്. അതിൽ കൂടുതലായിട്ടുള്ള ഹൈ പെർഫോമൻസ്, റിലയബിലിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പോകുന്ന റൂട്ടിംഗ് ടൈപ്പ് റൂട്ടേഴ്സിന് ഉണ്ട്. എന്റർപ്രൈസ് റൂട്ടേഴ്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ എടുക്കുന്നത്. പിന്നെ നമുക്ക് രണ്ടു തരം റൂട്ടേഴ്സ് നമ്മൾ എടുക്കുന്നു. ഒന്ന് ബേസിക് റൂട്ടേഴ്സും ഉണ്ട്, പിന്നെ ഒന്ന് ഫുൾ ഫംഗ്ഷൻ റൂട്ടേഴ്സും. ബേസിക് റൂട്ടേഴ്സ് എന്ന് പറയുന്ന ഈ രണ്ട് സാധനങ്ങളും ഒരേ കാര്യം തന്നെയാണ്. നമുക്ക് ഫംഗ്ഷനാലിറ്റി കോമൺ ആണ്, എന്താ ബെസ്റ്റ് പാത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ള കാര്യം തന്നെയാണ് രണ്ടും ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട്, അതിന്റെ യൂസ് കേസസ് ഫീച്ചേഴ്സ് ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്നു മാത്രം. ഇതിൽ ഇനി പറയാനുള്ള പോയിന്റ് ബേസിക് റൂട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നമുക്ക് ഈ ഫംഗ്ഷനാലിറ്റി എന്ന് പറയുന്നത് നെറ്റ്വർക്ക് കണക്ഷനും പാക്കറ്റ് ഫോർവേഡിങ്ങും അത് രണ്ടും ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ചെയ്യുന്ന എന്തായിരിക്കും, അവിടെ യൂസ് ചെയ്യുന്ന ടെക്നോളജി അല്ലെങ്കിൽ പ്രോട്ടോകോളിന്റെയും ഫയർവാൾസിന്റെയും ലെവല് കുറവായിരിക്കും. നെറ്റ് ഫുൾ ഫംഗ്ഷൻ റൂട്ടേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ട്രാഫിക് മാനേജ്മെന്റും സെക്യൂരിറ്റി ഇംപ്ലിമെന്റേഷനും എല്ലാം കുറച്ചും കൂടെ നല്ല രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. അത് നോർമലി ബേസിക് റൂട്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ യൂസ് എന്ന് പറയുന്നത് വലിയ ലാർജ് സ്കെയിൽ നെറ്റ്വർക്കിങ്ങിനെ ബേസ് ചെയ്തായിരിക്കുകയല്ല പോകുന്നത്. അതേപോലെ കോംപ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ യൂസ് ചെയ്യുന്ന ഫുൾ ഫംഗ്ഷൻ റൂട്ടേഴ്സ് ആയിരിക്കും. ദാറ്റ് മീൻസ് ലാർജ് നെറ്റ്വർക്ക്സ് എന്റർപ്രൈസസ് യൂസ് ചെയ്യുന്നത്, ഓർഗനൈസേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഫുൾ ഫംഗ്ഷൻ റൂട്ടേഴ്സ്. ഫുൾ ഫംഗ്ഷൻ റൂട്ടേഴ്സ് ആകുമ്പോഴാണ് അവിടെ സെക്യൂരിറ്റിക്കും റിലയബിലിറ്റി അങ്ങനെ എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടെ അതിന്റെ യൂസ് കേസസും ഫീച്ചേഴ്സും കുറച്ച് ഡെപ്തിൽ ഉണ്ടാവുക. റൂട്ടിംഗ് പ്രോട്ടോകോൾസ് ജനറൽ ആയിട്ട് പലതുണ്ട്. നമ്മൾ പൊതുവെ ഈ റൂട്ടിംഗ് പ്രോട്ടോകോൾസ് നമ്മൾ വല്ല ഏത് തരം നേച്ചറിന്റെ ഹോം ആണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ബിസിനസ് ആണോ എന്റർപ്രൈസസ് ആണോ എന്നൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കാറ്റഗറൈസേഷൻ ആട്ടോ റൂട്ടിംഗ് പ്രോട്ടോകോൾ എടുക്കുന്നത്. ഇനി റൂട്ടിംഗ് പ്രോട്ടോകോളിനകത്ത് നമ്മൾ പറഞ്ഞു ബെസ്റ്റ്, നമ്മുടെ റൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു ഐ പി റൂട്ടിങ്ങിനകത്ത് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം ബെസ്റ്റ് പാത്ത് സെലക്ട് ചെയ്യാന്നുള്ളതാണ്. ബെസ്റ്റ് പാത്ത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതംസ്, സ്റ്റെപ്സ്. അൽഗോരിതം എന്ന് പറയുന്നത് നമുക്കറിയാം സ്റ്റെപ്സ് ടു സോൾവ് എ പ്രോബ്ലം. അപ്പൊ നമുക്ക് ബെസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുക എന്നുള്ള നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ് നമ്മൾ റൂട്ടിംഗ് അൽഗോരിതം എന്നുള്ള രീതിയിൽ പറയുന്നത്. അതിൽ ഒരു 3 കേസസ് ആണ് ഇവിടെ നോക്കുന്നത്. ഒന്ന് ഡിസ്റ്റൻസ് വെക്ടർ, പിന്നെ ഒന്ന് ലിങ്ക് സ്റ്റേറ്റ്, വേറൊന്ന് ഷോർട്ടസ്റ്റ് പാത്ത് ഫസ്റ്റ്. ഈ 3 റൂട്ടിംഗ് അൽഗോരിതത്തെ കുറിച്ച് പറഞ്ഞു.
ഇതിൽ ജനറൽ ആയിട്ട് ഡിസ്റ്റൻസ് വെക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്, ഡിസ്റ്റൻസ് വെക്ടർ നമ്മൾ ഒരു സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷൻ നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സോഴ്സ് ഡെസ്റ്റിനേഷൻ കണക്ട് ചെയ്യാനായിട്ട് ഇൻ ബിറ്റ്വീൻസ് എത്ര ഡിവൈസസുകൾ വരുമോ, നമ്മൾ ആദ്യം നമ്മൾ പറയും ഞാൻ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ ഏതൊക്കെ വഴികളുണ്ടെന്ന് ആദ്യം നോക്കും. റൂട്ടിംഗ് ടേബിൾ നമ്മൾ അപ്പൊ ഏറ്റവും ഇവിടെ നമ്മൾ നോക്കുന്നത് വെക്ടർ അല്ലെ ഒരു മെട്രിക് ഡിസ്റ്റൻസ് ആണ്. ഇവിടെ നമ്മൾ ഒരു മെഷർ ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസിൽ പോവുക എന്നുള്ളതാണ്. അപ്പം ഇവിടുത്തെ കമ്പയർ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്ന മെട്രിക് എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസിൽ എത്താൻ പാകുന്ന ഒരു പാത്ത് അല്ലെങ്കിൽ ഒരു ഡിവൈസ് നമ്മൾ ചൂസ് ചെയ്യുന്നു. അവിടെ നിന്ന് പിന്നെ അടുത്ത ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസിൽ എത്താം. അങ്ങനെ ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താന്നുള്ള രീതിയിൽ നമ്മൾ നോക്കാം. ഡിസ്റ്റൻസ് വെക്ടർ റെഫറൻസിനകത്ത് അങ്ങനെയായി ചെയ്യുന്നത്. അപ്പം ഒരു സോഴ്സിനകത്ത് വരുമ്പോൾ സോഴ്സിൽ നിന്ന് ഇപ്പൊ എ ബി സി ഡി ആണ്. ഡിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ബി വഴി പോകാം, സി വഴി പോകാം, എന്നിട്ട് ഡിയിലേക്ക് എത്താം. അപ്പൊ നമ്മൾ അതിനകത്ത് ഏത് പാത്താണ് ചൂസ് ചെയ്യുന്നത് വെച്ചാൽ എയിൽ നിന്ന് ബിയിലോട്ട് പോയിട്ട് ഡിയിലേക്ക് എത്തുന്നതാണോ അതോ എയിൽ നിന്ന് സിയിലേക്ക് പോയിട്ട് ഡിയിലേക്ക് എത്തുന്ന രീതിയിലാണോ കുറച്ചും കൂടെ. അപ്പൊ ആദ്യത്തെ കേസ് രണ്ട് വെക്ടേഴ്സ് എ ടു ബിയും എ ടു സിയും നമ്മൾ ചെക്ക് ചെയ്യും. അതിൽ ഏത് മെട്രിക്സ് ആണോ കുറഞ്ഞ ഡിസ്റ്റൻസ് എന്നുള്ളത് ആ പാത്ത് നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മൾ ഡിസ്റ്റൻസ് ടേബിളിൽ മെഷർ ചെയ്യും. എയിൽ നിന്ന് ബിയിലേക്കുള്ള വാല്യൂം, എയിൽ നിന്ന് സിയിലേക്കുള്ള വാല്യൂം, സിയിൽ നിന്ന് ഡിയിലേക്കുള്ള വാല്യൂം, സി അതേപോലെ തന്നെ ബിയിൽ നിന്ന് ഡിയിലേക്കുള്ള വാല്യൂ. ഇതിന്റെ എല്ലാം നമ്മളൊരു ഡിസ്റ്റൻസ് കാൽക്കുലേഷൻ ബേസ് ചെയ്തുകൊണ്ട് ഏറ്റവും കുറഞ്ഞ വാല്യൂ ഏത് പാത്തിലൂടെ പോകുമ്പോഴാണ് കിട്ടുന്നത് അത് കാൽക്കുലേറ്റ് ചെയ്യത്തക്ക രീതിയിലാണ് ടേബിൾ നമ്മൾ മാനേജ് ചെയ്യുക. ഇനി ഈ ഒരു ഡിസ്റ്റൻസ് വെക്ടറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു എയിൽ നിന്ന് ബിയിലേക്ക് പോകാനുള്ള ഡിസ്റ്റൻസ് എപ്പോഴും എന്ത് ചെയ്യപ്പെടും, ഓരോ പ്രാവശ്യം നമ്മൾ ഇത് ടേബിൾ അപ്ഡേഷൻസ് വരുന്ന സമയത്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം എക്കാണെങ്കിലും എയിൽ നിന്ന് അതിന് തൊട്ടടുത്ത് വരുന്ന ഏതൊക്കെയാണോ ഡിവൈസസുകൾ വരുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ ഇതിലേക്കാണ് പോകേണ്ടത് അതെല്ലാം തന്നെ ഇനി റൂട്ടേഴ്സിന്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള വാല്യൂസ് എയും അപ്ഡേറ്റ് ചെയ്യും, അതേപോലെ തന്നെ ബിയും അപ്ഡേറ്റ് ചെയ്യും. അപ്പം നമ്മുടെ ഇവിടെ ഒരു എക്സാമ്പിൾ, ഈ ഒരു എക്സാമ്പിൾ ബേസ് ചെയ്തുകൊണ്ട് ഒരു എക്സ്പ്ലനേഷൻ പൊതുവെ ചോദിക്കാറുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതല്ലെങ്കിൽ നമ്പർ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു ലിസ്റ്റ് തന്നെ നമ്മൾ എഴുതി പഠിച്ചാലും മതി. കാരണം ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്ക് ബിയും എയും നമ്മൾ രണ്ട് രീതിയിലാണ് എടുക്കുന്നത്. For B examines a set of destination it arrives and the distance to each. B will update its routing table. If നമുക്ക് എപ്പോഴൊക്കെ നമ്മൾ ബിയുടെ ടേബിൾ വാല്യൂസ് അപ്ഡേഷൻ വരുന്നത്, A knows a shorter way to reach a destination. നമുക്ക് A എന്ന് പറയുന്ന അതിന് ഒരു ഷോർട്ടർ പാത്ത് അപ്ഡേഷൻ അറിയപ്പെടാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരെണ്ണം കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യപ്പെടും, അപ്ഡേഷൻ നടത്തും. അതേപോലെ a list a destination that B does not have in its table. എക്ക് മനസ്സിലായിട്ടുണ്ട് ബിയുടെ അകത്ത് ഇല്ല, പക്ഷെ ആ പാത്ത് വഴി ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താനുള്ള പാത്ത് ഉണ്ട് എന്നുള്ള എക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോഴും ബി എന്ത് ചെയ്യപ്പെടും, അപ്ഡേഷൻ നടത്തിക്കൊണ്ടിരിക്കും. അതേപോലെ എസ് ഡിസ്റ്റൻസ് ടു ഡെസ്റ്റിനേഷൻ ഓൾറെഡി റൂട്ടഡ് ത്രൂ എ ഫ്രം ബി ഹാസ് ചേഞ്ച്. നമുക്ക് എയിൽ നിന്ന് ബിയിലേക്ക് പോകേണ്ട ഒരു പാത്ത് എ മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യപ്പെടണം, ആ ബിയിൽ ആ അപ്ഡേഷൻസ് കൊണ്ടുവരണം. അപ്പം ഈ ടൈപ്പ് അൽഗോരിതമാണ് ഈസി വേ ടു ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഇതിന്റെ ഡിസഡ്വാൻറ്റേജിൽ ഏറ്റവും ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് കൗണ്ടിങ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. കൗണ്ടിങ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് പോവാം, ബിയിൽ നിന്ന് സിയിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. അപ്പം സപ്പോസ് ബിക്ക് ഏതെങ്കിലും കാരണവശാൽ ബിയിൽ നിന്ന് സിയിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്ന് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സി എന്ന് പറയുന്ന സാധനം ഇൻഫിനിറ്റി ആയിട്ട് വെച്ചാൽ അവിടേക്കുള്ള ഒരു പാത്ത് ഇല്ല, നൈബർ ആയിട്ടുള്ള പാത്ത് പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇൻഫിനിറ്റി വാല്യൂ വെച്ച് സെറ്റ് ചെയ്യും. ആ ഇൻഫിനിറ്റി വാല്യൂ ഇതേ സാധനം തന്നെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ഇത് ഇങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും എക്ക് സിയിലേക്ക് എത്തുന്ന ത്രൂ ബി വഴിയല്ലേ. അപ്പൊ എ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ബിയിൽ വരുന്ന അപ്ഡേഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് എയിലെ അപ്ഡേഷൻസ് സി എന്ന് പറയുന്ന പാക്കറ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് സംഭവിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ഈ ഒരു സാധനം എയിൽ നിന്ന് സിയിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള സംഗതി നമ്മൾ വീണ്ടും എയിൽ അപ്ഡേഷൻ വരും. ഇതറിയാതെ തന്നെ സി എന്ത് ചെയ്യുന്നുണ്ട്, സി പറയും ഇനി എയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ള സിറ്റുവേഷൻ വരും. അപ്പം സെൻഡ് ചെയ്യപ്പെട്ട പാക്കറ്റിന് കറസ്പോണ്ടിങ് ലൊക്കേഷൻ ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള ഒരു വാല്യൂ കിട്ടാതെ അതിങ്ങനെ ഇൻഫിനിറ്റ് ലൂപ്പിനകത്ത് പെട്ടുപോകും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട് എന്നതാണ്. കാരണം അപ്ഡേഷൻ ഡിലേസ് മൂലമാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ഇത് ഡിസ്റ്റൻസ് വെക്ടർ അൽഗോരിതത്തിനകത്ത് ഡീമെറിറ്റ് ആയിട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അതിനെ ഒരു ഓരോ നോഡിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നതിന് സോൺ ബേസ് ചെയ്ത് തിരിക്കുക. എന്നിട്ട് സോൺ ബേസ് തിരിച്ചു കഴിഞ്ഞാൽ അപ്ഡേഷൻസ് വളരെ ഫാസ്റ്റ് ആയിട്ട് വരത്തക്ക രീതിയിൽ തന്നെ ലിങ്ക് സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കും. അപ്പം നിങ്ങൾക്ക് പോയിന്റ്സ് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കാവുന്നത്
ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗിലാണ് റൂട്ടേഴ്സ് എക്സ്ചേഞ്ച് ഇൻഫോർമേഷൻ അബൌട്ട് ദ ഡിസ്റ്റൻസ് ടു നെറ്റ്വർക്ക്സ് ഡിസ്റ്റൻസ് ആയിരിക്കും അവിടെ മാർക്ക് ചെയ്യുന്നത്. അതുപോലെ ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗിനകത്ത് ഇൻഫോർമേഷൻ അബൌട്ട് ദ സ്റ്റേറ്റ് ഓഫ് ദർ ലിങ്ക്, ആ കണക്ഷൻ പാത്തിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ആണ് അവിടെ അപ്ഡേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അപ്ഡേഷൻ വരുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് സോൺ ബേസ് ചെയ്തുകൊണ്ട് ഗ്രൂപ്പ് ചെയ്യുന്നതുകൊണ്ട് അപ്ഡേഷൻസ് വളരെ ഫാസ്റ്റ് ആയിട്ട് റിഫ്ലക്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ എറർ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഒന്ന് പാത്ത് വെക്ടർ റൂട്ടിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്നത് ഷോർട്ടസ്റ്റ് പാത്തിനെ ബേസ് ചെയ്തുള്ള അവിടെ നമ്മൾ പാത്ത് എബൌട്ട് ദ പാത്ത് ടു നെറ്റ്വർക്ക്സ് കറസ്പോണ്ടിങ് പാത്ത് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ടു എൻഡ് രീതിയിൽ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മളവിടെ കൊടുക്കുക. അപ്പൊ അത് ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്തുകൾ ഫുൾ ആയിട്ട് അവൈലബിൾ ആകുന്ന രീതിയിലായിരിക്കും നമ്മൾ റൂട്ടിംഗ് ടേബിൾ അപ്ഡേഷൻസ് വരുന്നത്. ഡിസ്റ്റൻസ് വെക്ടർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വെക്ടറിനകത്തുണ്ട് ഈ അപ്ഡേഷൻ വേരിയേഷൻ ഉണ്ടാവുന്ന ഇൻഫിനിറ്റി ലൂപ്പിംഗ് എന്ന് പറയുന്ന അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ലിങ്ക് സ്റ്റേറ്റും ഷോർട്ടസ്റ്റ് പാത്ത് ഫസ്റ്റ് എന്നുള്ള ഈ രണ്ട് ഓപ്ഷൻസ് എടുക്കുന്നത്. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒന്ന് എ സെറ്റ് ഓഫ് ഫിസിക്കൽ നെറ്റ്വർക്ക്സ് ഈസ് ഡിവൈഡഡ് ഇൻടു നമ്പർ ഓഫ് ഏരിയാസ്. അതേപോലെ തന്നെ ഓൾ റൂട്ടേഴ്സ് വിത്തിൻ ആൻ ഏരിയ ഹാവ് ആൻ ഐഡന്റിക്കൽ ഡേറ്റാബേസ്. ഐഡന്റിക്കൽ ഡേറ്റാബേസ് മീൻസ് അപ്ഡേഷൻ എല്ലാത്തും ഒരേപോലെ തന്നെയായിരിക്കും വരുന്നത്. Each router's database describes the complete topology. Complete topology means എങ്ങനെയാണ് അതിന്റെ കണക്ഷൻ എന്നുള്ളത് of the routing domain. The topology of an area is represented with a database called link state database. അപ്പം എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ കണക്ഷൻ വേരിയേഷൻ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യപ്പെടും എല്ലാവർക്കും ഒരേപോലെ തന്നെയായിരിക്കും അതിന്റെ ഇൻഫോർമേഷൻസ് കിട്ടുന്നത്. സോൺ ബേസ് ചെയ്തായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ പാത്ത് മാറ്റിയെടുക്കാനുള്ള ഒരു ഓപ്ഷൻസും അവിടെ ഉണ്ട്. നെക്സ്റ്റ് അതേപോലെ തന്നെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഈച്ച് റൂട്ടേഴ്സ് യൂസ് ഇറ്റ്സ് ഡേറ്റാബേസ് ടു ഡിറൈവ് എ സെറ്റ് ഓഫ് ഒപ്റ്റിമം പാത്ത്സ്. ഒപ്റ്റിമം പാത്ത് എന്ന് വെച്ചിരിക്കുന്നത് നമുക്ക് ഫീസിബിൾ ആയിട്ടുള്ള ഒരു പാത്തിനെയാണ് നമ്മൾ ഒപ്റ്റിമം പാത്ത് എന്നുള്ള രീതിയിൽ എടുക്കുക. ഈ ഒപ്റ്റിമം പാത്ത് ഡിപ്പെൻസ് അപ്പോൾ നമ്മുടെ റിക്വയർമെന്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒപ്റ്റിമം പാത്ത് നമ്മൾ ചൂസ് ചെയ്യുക. ഏറ്റവും ഫസ്റ്റ് നമ്മൾ എടുക്കാറുള്ളത് എന്ന് വെച്ചാൽ ഷോർട്ടസ്റ്റ് പാത്ത് എടുക്കുക എന്നുള്ളതായിരിക്കും നമുക്ക് എടുക്കുക. ചിലപ്പോൾ അതല്ലാത്ത സിറ്റുവേഷൻസ് നമുക്ക് വേണ്ടി വരും. പൊതുവെ ബേസിക് ഐഡിയയിൽ നമ്മൾ എടുക്കുന്ന ഷോർട്ടസ്റ്റ് പാത്ത് എന്നുള്ള രീതിയിലായിരിക്കും എടുക്കുന്നത് കേട്ടോ. ഒരിടത്ത് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനോട് ഏറ്റവും കുറഞ്ഞ ദൂരം ട്രാവൽ ചെയ്യാന്ന് ഇങ്ങനെ ഒരു ഇതെടുക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചിലപ്പോൾ കുറഞ്ഞ ദൂരമാണെന്നുണ്ടെങ്കിൽ പക്ഷെ ബാൻഡ്വിഡ്ത്ത് കുറവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്പീഡ് കുറവായിരിക്കും. ദൂരം കൂടിയാലും നമ്മുടെ റോഡിന്റെ ഒരു കേസ് കേട്ട് പറഞ്ഞ പോലെ തന്നെ ചില ദൂരം കുറവായിരിക്കും. ഒരു സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് പോകേണ്ട സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം ഒരു റൂട്ട് വഴി പോവുകയാണെങ്കിൽ ദൂരം കുറവായിരിക്കും. പക്ഷെ റോഡ് നല്ലതല്ല, വഴി കുണ്ടുകുഴിയൊക്കെ ആയിട്ടുള്ള വഴി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തിപ്പെടുന്നത് ചിലപ്പോൾ സമയം. അതേസമയം ഡിസ്റ്റൻസ് കൂടുതലാണെന്നുണ്ടെങ്കിലും അതിന്റെ പാത്ത് ബ്രോഡഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് കുറഞ്ഞ ദൂരം വഴി സഞ്ചരിക്കുന്നതിനെക്കാട്ടിലും എളുപ്പത്തിൽ നമുക്ക് എത്തിപ്പെടാനായിട്ട് പറ്റും. അപ്പൊ ഒപ്റ്റിമൽ പാത്ത് സെലക്ഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻസ് അപ്പോൺ നമ്മുടെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ സിറ്റുവേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്, നമ്മുടെ നീഡ് അനുസരിച്ച് നമുക്ക് മാറ്റാം. ഡിസ്റ്റൻസ് വെക്ടറിനകത്ത് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്, നെറ്റ്വർക്ക് അപ്ഡേഷൻ, പാത്ത് അപ്ഡേഷൻ അല്ലെങ്കിൽ ആ കണക്ഷൻ അപ്ഡേഷൻ പ്രോപ്പർ ആയിട്ട് വരുന്നില്ല. പക്ഷെ അതേസമയം ഇവിടെ എന്ന് പറയുമ്പോൾ അപ്ഡേഷൻസ് ഗ്രൂപ്പ് തിരിച്ചു വരുന്നതുകൊണ്ട് നമുക്ക് അപ്ഡേഷൻസ് വളരെ കൃത്യമായിട്ട് വരുന്ന കോമൺ ഡേറ്റാബേസ് യൂസ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇത്രയും പോർഷൻസ് ആണ് ഈ ഒരു സെക്ഷനകത്ത് കവർ ചെയ്ത് വെച്ചാൽ ബ്ലോക്ക് 2-നകത്ത് കവർ ചെയ്ത് പോകുന്നു. അപ്പൊ ബ്ലോക്ക് 2-ല് കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ ഈ IP ക്ലാസ്സസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അതിനകത്ത് കൂടുതലായിട്ടും. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ആദ്യത്തെ ടൈപ്സ് ഓഫ് സർവീസസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഫീൽഡ്, ഡിഫറെന്റ് ഫീൽഡ്, ഹെഡ്, IP ഡാറ്റാഗ്രാം നമ്മൾ നോക്കിയപ്പോൾ അതിനകത്ത് ടൈപ്സ് ഓഫ് സർവീസുകൾ, പ്രിസിഡൻസ് ഉൾപ്പെടെ ഡിലേ, അത് എല്ലാ കാര്യങ്ങളെ കുറിച്ചും റിലയബിലിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഇത് പഠിക്കുന്ന സമയത്ത് എത്ര ബിറ്റാണ് ഓരോന്നിനും റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം. എന്നാലാണ് നമുക്ക് അതിനകത്തുനിന്ന് എത്ര ബിറ്റുകൾ ഏതിനെ യൂസ് ചെയ്യപ്പെടുന്നു, എത്ര ബിറ്റ് അതിന് വേണ്ടി അടുത്ത പർപ്പസിന് വേണ്ടിയിട്ട് അതിലെ ഹെഡർ ആയിട്ട് ഏതാ യൂസ് ചെയ്യപ്പെടുന്നത്, പ്രോട്ടോകോൾ ആയിട്ട് യൂസ് ചെയ്യപ്പെടുന്നത് എത്രയാണ്,
അതേപോലെ തന്നെ സോഴ്സ് അഡ്രസ് എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡെസ്റ്റിനേഷൻ അഡ്രസ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതൊക്കെ നമുക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ആ ഡയഗ്രാം വിത്ത് IP ഡാറ്റ ഡയഗ്രത്തിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ സെഗ്മെന്റിന്റെ ആയിക്കോട്ടെ എന്തിന്റെ ആണെന്നുണ്ടെങ്കിൽ ആ എത്ര ബിറ്റ് ഓരോ ഫീൽഡിനുകൾക്ക് വേണ്ടിയിട്ടും ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. HTTP യെ കുറിച്ചുള്ള കാര്യങ്ങൾ, IARP RARP യെ കുറിച്ചുള്ള ഡിഫറൻസുകൾ നമുക്കറിയാം. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ IP ക്ലാസ്സുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടാവും. ഇപ്പൊ 2 യൂണിറ്റ് തീർന്നു. അതിനകത്തുനിന്ന് ഇനി അടുത്ത നെക്സ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് IP കഴിഞ്ഞതിന് നെക്സ്റ്റ് ട്രാൻസ്പോർട്ട് ലെയറിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ OSI TCP OSI റെഫറൻസ് രണ്ടും ഞാൻ പറഞ്ഞായിരുന്നു, മനസ്സിൽ ഓർത്ത് വെക്കണേ എത്ര ലെയേഴ്സ് ആണ് വരുന്നത് എന്നുള്ള കാര്യം. അതിനകത്തെ ഈ ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്ന ലെയർ വളരെ ഹാർട്ട് ഓഫ് ദ ലെയർ എന്നുള്ള രീതിയിൽ, ഹാർട്ട് ഓഫ് ദ സെക്ഷൻ എന്ന് പറയുന്ന രീതിയിലാണ് ആ ലെയറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുക്കാറ്. ഇവിടെ ഓരോന്നിനും നമ്മൾ ഈ ഒരു ലെയറിനകത്ത് നമ്മൾ പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇൻട്രൊഡക്ഷൻ പോർഷനകത്ത് പറഞ്ഞത് കവർ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു വാല്യൂ ഇതിൽ പറയുന്ന ഒരു സംഗതി പോർട്ട് എന്ന് പറയുന്ന സാധനത്തെ കുറിച്ച് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. പോർട്ട് എന്ന കണക്ഷൻ പോയിന്റിനെയാണ് നമ്മൾ പോർട്ട് എന്നുള്ള രീതിയിൽ എടുക്കുന്നത് കേട്ടോ. ഇത് നോർമലി 16 ബിറ്റ് നമ്പർ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇത് പ്രോട്ടോകോൾ, കാരണം നമ്മുടെ IP സ്റ്റാക്കിനെ സംബന്ധിച്ച് പ്രോട്ടോകോൾ സ്റ്റാക്ക് എന്ന് പറയുന്ന രീതിയിലാണ് എടുക്കുമ്പോൾ അതിൽ മാനേജ് ചെയ്യാൻ 16 ബിറ്റ് ആകുമ്പോൾ അതിനെ ബ്രേസ് ചെയ്ത് വരുന്ന മാക്സിമം വാല്യൂസ്, നമ്മുടെ ഒരു ഡാറ്റാഗ്രാമിൽ നമ്മൾ മാക്സിമം സെൻഡ് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് എത്രയാണെന്ന് ചോദിച്ചാൽ ഇതുപോലെ തന്നെ 16 ബിറ്റ് കേസ് ആണ്. 65,535 ആണ് നമ്മുടെ വാല്യൂസ് എടുക്കുന്നത്. അപ്പൊ ഏതൊക്കെ തരം പോർട്ടുകൾ, കണക്ഷൻ പോയിന്റ് പോർട്ട്, പോർട്ട് ID ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പറയാം എല്ലാം നമ്മുടെ ലോക്കൽ ഹോസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ ഡിവൈസസും നമ്മൾ പോർട്ട് നമ്പർ 80, 81 നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ നമ്മൾ സെർവറും ക്ലയന്റ് സെർവർ പാറ്റേണിൽ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പൊ ഓരോന്നിനും പോർട്ടുകളുണ്ട്. എല്ലാ പ്രോട്ടോകോളിനെ ബേസ് ചെയ്തുകൊണ്ട് കറസ്പോണ്ടിങ് ആയിട്ട് പ്രോട്ടോകോൾ വാല്യൂസ് ഉണ്ട്. കുറച്ചൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറെ പ്രോട്ടോകോൾസും അതിന്റെ പോർട്ട് നമ്പേഴ്സും ഒക്കെ പഠിച്ചു വെക്കുക. ഇവിടെ നിങ്ങളുടെ ഈ എക്സാമിന് ചോദിച്ചില്ലെങ്കിലും ചിലപ്പം കോമ്പറ്റേറ്റീവ് എക്സാംസുകൾ വരുന്ന സമയത്ത് അതിനകത്ത് ഇതേപോലെ ചോദിക്കാറുണ്ട്. ഓരോന്നിന്റെയും പോർട്ട് നമ്പർ എത്രയാണ് ചോദിക്കുന്നത് എന്നുള്ളത്. ആപ്ലിക്കേഷൻ ടെൽനെറ്റ് ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പോർട്ട് നമ്പർ എത്രയാണ്, SMTPക്ക് ആണെന്നുണ്ടെങ്കിൽ എത്രയാണ് വരുന്നത്, അതേപോലെ HTTPയുടെ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, എത്രയാന്നുള്ള കാര്യങ്ങൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇതില് വെൽ നോൺ പോർട്സ്, അതുപോലെ രജിസ്റ്റേർഡ് പോർട്സ്, ഡൈനാമിക് ആൻഡ് പ്രൈവറ്റ് പോർട്സ്, ഇങ്ങനെ 3 കാറ്റഗറൈസേഷൻ ആണ് വരുന്നത്. അതിൽ എടുക്കാൻ പറ്റുന്ന വാല്യൂസിന്റെ റേഞ്ചും സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതും നല്ലപോലെ സമയം എടുക്കുന്നു ജസ്റ്റ് വായിച്ചു വയ്ക്കുക. ഇതിൽ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്, ഓൺലി വൺ പ്രോസസ് പെർ പ്രോട്ടോകോൾ ക്യാൻ ലിസൺ ടു എ ഗിവൺ പോർട്ട്. നമുക്ക് നമ്മൾ ചെവി എന്ന് പറയുന്ന പോലെ ഒരു പ്രോട്ടോകോളിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പോർട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഡിഫറെന്റ് പ്രോട്ടോകോൾ ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ 2 പ്രോസസ് യൂസിങ് ദ സെയിം ട്രാൻസ്പോർട്ട് പ്രോട്ടോകോൾ കനോട്ട് ലിസൺ ടു ദ സെയിം പോർട്ട് നമ്പർ. ഇത് മെയിൻ ആയിട്ടും ഓർത്ത് വെച്ചാൽ 2 പ്രോസസ്സസ് യൂസിങ് ദ സെയിം ട്രാൻസ്പോർട്ട് പ്രോട്ടോകോൾ കനോട്ട് ലിസൺ ടു ദ സെയിം പോർട്ട് നമ്പർ. അതേപോലെ നമ്മൾ സോക്കറ്റ് എന്ന് പറയുന്ന സംഗതിയെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. സോക്കറ്റ് എന്ന് പറയുന്നത് ഏതാണ് പ്രോസസ്, സോക്കറ്റ് നമ്മളെ സംബന്ധിച്ച് പോർട്ട് നമ്പറും IP അഡ്രസ്സും രണ്ടും കൂടെ ചേർന്നുകൊണ്ട് നമ്മൾ എടുക്കുന്നതാണ് നമ്മൾ സോക്കറ്റ് ആയിട്ട് എടുക്കുക. അത് ഏത് പ്രോസസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് ഈ സോക്കറ്റ് നമ്മൾ യൂസ് ചെയ്യുക. അത് ആദ്യത്തെ ഭാഗത്ത് നമ്മൾ പറഞ്ഞാണ് ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രൂ സോക്കറ്റ് വഴിയാണെന്നുള്ളത്. ദെൻ TCP ഇതിൽ മെയിൻ പോയിന്റ്സ് പറഞ്ഞിരിക്കുന്നത്
ഇതിൽ ഒരു സെയിം സാധനം നമ്മൾ പറഞ്ഞ ഒരു സ്ഥലത്ത് ഇപ്പൊ നമ്മൾ ഒരാളെ വീട്ടിൽ ഒരു പേര് വിളിക്കും, പുറത്ത് വേറൊരു പേര് വിളിക്കും, ഇനി ഒഫീഷ്യലി വേറൊരു വരുമ്പോൾ അതിന് വേറൊരു പേര് കൊടുക്കുന്നു പറഞ്ഞാൽ സെയിം സാധനം തന്നെ പല പല സെഷൻ ലെയറുകളിലൂടെ കടന്നു പോകുമ്പോൾ പല പല പേര് വരുന്ന പോലെ തന്നെ ഒരു ഡേറ്റ തന്നെ ഇൻ ഡേറ്റ ലിങ്ക് ലെയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡേറ്റയെ സംബന്ധിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഡേറ്റ ലിങ്ക് ലെയർ ആണെങ്കിൽ ഫ്രെയിംസ് ആർ ഡെലിവേർഡ് നോഡ് ടു നോഡ്. ഇൻ നെറ്റ്വർക്ക് ലെയർ ആണ് ഡേറ്റാഗ്രാംസ് ആർ ഡെലിവേർഡ് ഹോസ്റ്റ് ടു ഹോസ്റ്റ്. ഇനി ഇതിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോഴാണ് നമ്മൾ എന്താണ് പ്രോസസ് ടു പ്രോസസ് പാറ്റേണിലാണ് നമ്മൾ എടുക്കുക കേട്ടോ, ട്രാൻസ്പോർട്ട് ലെയറിനെ സംബന്ധിച്ചിടത്തോളം. ഇതിന്റെ ഒരു ജനറൽ ഐഡിയ എങ്ങനെയാണ് ഇത് പാസ് ചെയ്ത് പോകുന്നത് എന്നുള്ളതിന്റെ ജനറൽ കോൺസെപ്റ്റ് ആണ് അടുത്തതിൽ വന്നിരിക്കുന്നത്. ദിസ് ഇൻ ഓർഡർ ടു ഡെലിവർ സം ഇൻഫോർമേഷൻ ടു എ സ്പെസിഫിക് ഡെസ്റ്റിനേഷൻ വി നീഡ് ആൻ അഡ്രസ് ഓഫ് ദ കറസ്പോണ്ടൻസ് ആണ്. നമുക്ക് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അഡ്രസ് വേണ്ടി വരും. അതായത് ഡേറ്റ ലിങ്ക് ലെയർ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മാക് അഡ്രസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു. EDM ആക്സസ് കൺട്രോൾ അഡ്രസ്, അതായത് നമ്മൾ പറഞ്ഞു നമ്മളെ NIC കാർഡിനകത്ത് പറഞ്ഞ സംഗതി തന്നെയാണ് നമ്മൾ ഡേറ്റ ലിങ്ക് ലെയർ യൂസ് ചെയ്യുന്നു. അത് നെറ്റ്വർക്ക് ലെയറിൽ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് IP അഡ്രസ്സുകളായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതേ സാധനം ട്രാൻസ്പോർട്ട് ലെയർ ആക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതിന് പറയുന്നത് പോർട്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ബേസ് ഫണ്ടമെന്റൽ ലെവലിൽ നിന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മൾ മാക് അഡ്രസ്സിനെ ബേസ് ചെയ്ത് പോകുന്നു, പിന്നെ നമ്മൾ IP അഡ്രസ്സിനെ ബേസ് ചെയ്തുകൊണ്ട് പോകുന്നു, പിന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ട്രാൻസ്പോർട്ട് ലെയർ പോർട്ട് നമ്പേഴ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. That is, these port numbers are just a way of labeling the packets. പാക്കറ്റ്സിനെ നമ്മൾ കൊടുക്കാൻ ഈ പാക്കറ്റ്സിനെ തിരിച്ചറിയാൻ വേണ്ടി പാക്കറ്റ്സ് അയക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നെയിമിംഗ് കൺവെൻഷനെയാണ് നമ്മൾ പോർട്ട് നമ്പർ ആയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലെ മെയിൻ പോയിന്റ്സ് പറയാനുള്ളത് IP address simply identify the destination machine from the network, while the port number identifies a particular process running on the destination machine. ഇത് IP അഡ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം IP അഡ്രസ് നമ്മൾ ഡെസ്റ്റിനേഷൻ മെഷീൻ നെറ്റ്വർക്കിനകത്ത് യൂസ് ചെയ്യുന്ന പോലെ പോർട്ട് നമ്പർ ഏത് ചെയ്യണം, ഇവിടെ പറഞ്ഞ ട്രാൻസ്പോർട്ട് ലെയറിൽ പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നത്. അതുകൊണ്ട് പോർട്ട് നമ്പർ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഏത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിലാണ് ഈ കാര്യങ്ങൾ യൂസ് ചെയ്യപ്പെടുന്നതനുസരിച്ചായിരിക്കും കേട്ടോ പോർട്ട് നമ്പർ എടുക്കുക. പിന്നെ അതിന്റെ പ്രോട്ടോകോൾ പാറ്റേൺസ്, ട്രാൻസ്പോർട്ട് ലെയർ നമ്മൾ രണ്ട് തരത്തിലുള്ള പ്രോട്ടോകോൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് പറഞ്ഞായിരുന്നു. ഒന്ന് TCP പിന്നെ ഒന്ന് UDP. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ കണക്ഷൻ ഓറിയന്റഡും കണക്ഷൻ ലെസ് ആയിട്ടുള്ള രണ്ട് കേസസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ്. കണക്ഷൻ ഓറിയന്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞിരുന്നു ഫിസിക്കൽ കണക്ഷൻ അല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ലോജിക്കൽ കണക്ഷൻ ആണ്. അത് അക്നോളജ് ആൻഡ് 3-way ഹാൻഡ് പാറ്റേണിലുള്ള ഒരു കണക്ഷൻ ഇംപ്ലിമെന്റ് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കണക്ഷൻ ഓറിയന്റഡ് എന്ന് പറയുന്നത്. അതിന്റെ സെഗ്മെന്റ്സ് അല്ലെങ്കിൽ അതിനകത്തോടെ സെൻഡ് ചെയ്യപ്പെടുന്ന ഡേറ്റയെ റീഅറേഞ്ച് ചെയ്യാനുള്ള മെക്കാനിസം അതിനകത്തുണ്ട്. ഇല്ലാത്തൊരു കിട്ടാത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരാത്ത ഡേറ്റ പാക്കറ്റ്സിനെ കുറിച്ചുള്ള റീസെൻഡിങ് ഓപ്ഷൻസ് അല്ലെങ്കിൽ എറർ മാനേജിങ് എല്ലാം കൃത്യമായിട്ട് നടത്തുന്നതുകൊണ്ടാണ് ഇത് കണക്ഷൻ ഓറിയന്റഡ് സെക്യൂർ ആയിട്ട് എടുക്കുന്നത്. UDPക്കകത്ത് ആ ഒരു പാറ്റേണിലല്ല പോകുന്നത്. ഇപ്പൊ ഈ ഒരു സ്ട്രക്ചർ പ്രോട്ടോകോൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഓരോ ലെയറിനകത്തും ഓരോ സെറ്റ് ഓരോ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ നമ്മൾ സെൻഡ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ നെറ്റ്വർക്കിന്റെ നേച്ചർ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ഇതിനെ ഓരോ ലെയറുകളിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ഡിഫറെന്റ് ആണ്. ഈ പ്രോട്ടോകോളുകൾ എല്ലാം കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് കാണിക്കുന്നത് ഒരു പ്രോട്ടോകോൾ സ്റ്റാക്ക്. സ്റ്റാക്ക് മീൻസ് ഗ്രൂപ്പ് ചെയ്യുന്നത്, ഒന്നിന് മുകളിൽ ഒന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തെടുക്കുക. വെച്ചാൽ
ഒരു സാധനം പാക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു കവർ ഇടുന്നു, അതിനകത്ത് നമ്മൾ എഴുതേണ്ട കാര്യങ്ങളും പറയുന്ന കാര്യങ്ങൾ എഴുതുന്നു, അതിന്റെ ഒപ്പം തന്നെ അടുത്ത ലെയർ വീണ്ടും അടുത്ത കവറിങ് കൊടുക്കുന്നു. ആ കവറിങ്ങിനകത്ത് അതെങ്ങനെയാണ് അത് ഫ്രാഗ്മെന്റ്സ് ആണ് അല്ലെങ്കിൽ അതിനെ ഗ്രൂപ്പ് ചെയ്യുന്ന ഡീറ്റെയിൽസ് അതിനകത്ത് കൃത്യമായിട്ട് കൊടുക്കുക. അങ്ങനെ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ടാണ് നമ്മൾ ഫുൾ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യപ്പെടുന്ന സെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും നമുക്കറിയാം ആദ്യത്തെ നമുക്ക് സോഴ്സ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. പ്രോട്ടോകോൾ സ്റ്റാക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്, ഈ ഒരു സ്ട്രക്ചർ ആട്ടോ മനസ്സിലുണ്ടാവേണ്ടത്. എന്താണ് പ്രോട്ടോകോൾ സ്റ്റാക്ക് എന്നുണ്ടെന്ന്. ഈ ട്രാൻസ്പോർട്ട് ലെയറിനെ സംബന്ധിച്ചിടത്തോളം 2 തരം പ്രോട്ടോകോൾ ആണ് ട്രാൻസ്പോർട്ട് ലെയറിൽ വരുന്നത്. പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സ്, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ എന്നുള്ള ഈ ഒരു ടി സി പി പറഞ്ഞ കുറച്ചും കൂടെ അതിന് കുറെ UDP-യെക്കാട്ടിലും കുറച്ചും കൂടെ ഉള്ള ഗുണങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ആ ഫീച്ചേഴ്സ് ആണ്. ഒന്ന്, സ്ട്രീം ഡേറ്റ ട്രാൻസ്ഫർ നടത്താൻ പറ്റുന്നുള്ളത്, അതായത് സ്ട്രീം ഓഫ് ബൈറ്റ്സ്. ഇതിനെ സീക്വൻസ് നമ്പർ ബേസ് സെഗ്മെന്റ് സീക്വൻസ് പാറ്റേണിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ സാധനങ്ങളും ഒറ്റ ഗ്രൂപ്പ് ആയിട്ട് നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. TCP groups byte into segments and passes them to IP for delivery. അടുത്തത് കുറച്ചും കൂടെ റിലയബിൾ ആണെന്നുള്ളതാണ് അടുത്ത കേസ്. ഇത് റിലയബിൾ ആണെന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഫോർവേഡിംഗ് എന്ന് പറയുന്നത് ഡേറ്റ ഫോർവേഡിംഗ് അക്നോളജ്മെന്റ് നമ്പറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ആദ്യം നമ്മുടെ അതിന്റെ ഹെഡറിനായിട്ട് TCP ഹെഡറിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു സിങ്ക് എന്ന് പറഞ്ഞൊരു വേരിയബിൾ അല്ലെങ്കിൽ ഫ്ലാഗ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സീക്വൻസ് നമ്പറോട് കൂടിയിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു അക്നോളജ്മെന്റ് വെച്ചാൽ ഒരു വാല്യൂ കിട്ടി, ഇനി നെക്സ്റ്റ് ഇന്ന വാല്യൂ ആണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറയത്തക്ക രീതിയിലൊരു അക്നോളജ്മെന്റ് നമ്പർ ആണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ കൊടുക്കുന്ന സീക്വൻസ് വാല്യൂവിനേക്കാൾ ഒന്ന് കൂടിയ വാല്യൂ ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് ഒരു ഡേറ്റ റിസീവ് ചെയ്തു നെക്സ്റ്റ് എക്സ്പെക്ടിങ് ഡേറ്റയെ കുറിച്ചുള്ള ഇൻഫർമേഷനോട് കൂടിയിട്ടാണ് റിട്ടേൺ വാല്യൂ വരുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോന്നും സെൻഡ് ചെയ്യപ്പെടുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം വാല്യൂ തിരിച്ചു കിട്ടാത്ത ഒരു വാല്യൂവിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ റീസെന്റ് ചെയ്യപ്പെടണമെന്നോ അല്ലെങ്കിൽ അവിടെ എറർ ഉണ്ടായിട്ടുണ്ടെന്നോ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഒരു അക്നോളജ്മെന്റ് പാറ്റേണിൽ കമ്മ്യൂണിക്കേഷൻ നടന്നു പോകുന്നതുകൊണ്ടാണ് അതിന് റിലയബിൾ ആണെന്നുള്ള രീതിയിൽ എടുക്കുന്നത്. This is the main thing. The reliability mechanism of TCP allows devices to deal with the lost, delayed and duplicate of misread packets. അതെന്തുകൊണ്ടാണ് അക്നോളജ്മെന്റ് എന്ന് പറയുന്ന ഒരു നേച്ചർ, ത്രീ വേ ഹാൻഡ് ഷേക്കിംഗ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട്. അതേപോലെ തന്നെ എഫിഷ്യന്റ് ഫ്ലോ കൺട്രോൾ ഉണ്ട്. നെക്സ്റ്റ് ഫ്ലോ കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ബാൻഡ്വിഡ്ത്ത് ഡിഫറെന്റ് സെൻട്രൽ റിസീവർ നമ്മൾ വ്യത്യാസം. ഇപ്പൊ ഈ നിങ്ങളുടെ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇതാണ്, നമുക്ക് കുറഞ്ഞ സമയത്തിനകത്ത് കൂടുതൽ കണ്ടന്റ് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരുമ്പോൾ ലിസൺ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് ഫുൾ ആയിട്ട് ക്യാച്ച് ചെയ്യാനുള്ള സാധിക്കില്ല. പക്ഷെ ഇതിന്റെ സിറ്റുവേഷൻ ഇതാണ്. പക്ഷെ അപ്പൊ അതുപോലെയുള്ള സോഴ്സും ഡെസ്റ്റിനേഷൻ സെൻട്രൽ റിസീവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണ്ട ഒരു സംഗതിയാണ് ഫ്ലോ കൺട്രോൾ. നെക്സ്റ്റ് കേസ് ആണ് ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്നത്. ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്നത് ഒരു സെൻഡ് ചെയ്യുന്നതിനൊപ്പം നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഡ്യൂപ്ലെക്സ് അല്ല ഹാഫ് ഡ്യൂപ്ലെക്സ് ഓപ്പറേഷൻ ആണ് ഇപ്പൊ നമ്മൾ നടത്തുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് തിരിച്ച് റിട്ടേൺ ഒന്നുമില്ല. അതേസമയം ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്നത് സെൻഡർ റിസീവ് ഒരേ സമയം ഒരേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ടു വേ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഒരേ സമയം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഫുൾ ഡ്യൂപ്ലെക്സ്. പക്ഷെ നടത്തുന്ന ഒരു പാത്താണ് നമുക്ക് ഉള്ളതെങ്കിലും പക്ഷെ സംഭവിക്കുന്ന ഹാഫ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ഇങ്ങനെ പറഞ്ഞത് ഫുൾ ഡ്യൂപ്ലെക്സ് ഓപ്പറേഷൻ ഉദ്ദേശിക്കുന്നത് സെൻഡ് ആൻഡ് റിസീവ് അറ്റ് ദ സെയിം ടൈം നമുക്ക് പോസിബിൾ ആകുന്ന ഒരു നേച്ചർ TCP പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയുന്ന ഒരു സൈമിൾട്ടേനിയസ് ആയിട്ട് ന്യൂമറസ് വർക്ക് TCPs ഒരേ സമയം തന്നെ ഒരു സിംഗിൾ കണക്ഷനകത്ത് കോൺവെർസേഷന് വേണ്ടി മാനേജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത കേസ്. ഈ ഫീച്ചേഴ്സിനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന അടുത്ത സെറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഹെഡർ. ഹെഡറിനകത്ത് ഓരോ ഫീൽഡും അതിനകത്ത് TCP ഹെഡറിനകത്ത് ഈ ഫീൽഡിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. എത്ര ബിറ്റ് ഓരോന്നിനു വേണ്ടി യൂസ് ചെയ്യുന്നു, ആ ബിറ്റുകളുടെ പർപ്പസ് അല്ലെങ്കിൽ അതെങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന രീതി ഏതാണെന്ന്. നെക്സ്റ്റ് TCP ഹെഡർ ആണ്. സോ TCP ഹെഡറിന്റെ സെക്ഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് തുടങ്ങാം. ഈ ഒരു വാല്യൂസ് ഈ സാധനങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി കേട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ.
അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയുന്നതേ ഉള്ളൂ. അത് പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞ കാര്യം വീണ്ടും ഒന്നും കൂടെ ഇങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഓരോന്ന് ഈ വിൻഡോ സൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും ചെറിയ ചെറിയ മാർക്കിന് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന കേസസ് ആണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ഹെഡർ ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, ബൈ.